നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. 2024 പൊതു തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ഔദ്യോഗികമായ വിജ്ഞാപനം പുറത്തു വരാനേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം അവരുടെ സ്ഥാനാർത്ഥികളെ ഏതാണ്ട് തീരുമാനിച്ചിരിക്കുന്നു. CPIM ഏതാണ്ട് പ്രഖ്യാപനം ഇനി പുറത്തു വരാനുള്ളത്. ഒപ്പം കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ നമുക്ക് ഊഹിക്കാം. ഒപ്പം തന്നെ ഇന്ന് CPI അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് വയനാട്ടിൽ കോൺഗ്രസിന് വേണ്ടി UDF-ന് വേണ്ടി ആര് മത്സരിക്കുമെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ വലിയ ആവേശം കേരളത്തിലാകമാനം UDF-ന് അനുകൂലമായി ഉണ്ടാവുകയും അതിന്റെ നേട്ടം അവർ ആസ്വദിക്കുകയും ചെയ്തതാണ്. ഇത്തവണ പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുമോ? രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് പല അർത്ഥത്തിൽ ഗുണം ചെയ്യില്ല എന്ന് കോൺഗ്രസിനെ ഉപദേശിക്കുന്നവരുണ്ട്. കോൺഗ്രസ് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഈ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ മത്സരിച്ചുകൊണ്ട് തന്റെ നായക പരിവേഷം ഉയർത്തണമെന്ന അഭിപ്രായം അതിനകത്തുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യം രൂപപ്പെട്ടതിന് ശേഷം ഇന്ത്യ സഖ്യത്തിലെ ഒരു കക്ഷിക്കെതിരെയാണോ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് എന്ന ചോദ്യമുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധി കേരളത്തിൽ തന്നെ മത്സരിക്കണം, വയനാട്ടിൽ തന്നെ മത്സരിക്കണം എന്ന അഭിപ്രായവും ആഗ്രഹവും KPCC-ക്കുണ്ട്. അത് KPCC-യുടെ സ്വാർത്ഥമോഹമാണെന്ന വിമർശനം അവർക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനില്ലെങ്കിൽ, കേരളത്തിൽ മത്സരിക്കാനില്ലെങ്കിൽ അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന ചിത്രം എന്തായിരിക്കും, ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും? കഴിഞ്ഞ തവണത്തെ അനുകൂല അന്തരീക്ഷം UDF-നെ കൈവിടുമോ? LDF-ന് അത് പ്രതീക്ഷ നൽകുന്ന സംഗതിയായിരിക്കുമോ? ഒപ്പം അതിന് എന്തൊക്കെ രാഷ്ട്രീയ വിവക്ഷകളുടെ സാധ്യതയുണ്ട്? ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മുടെ സ്പെഷ്യൽ എഡിഷനിൽ. എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, കെട്ടി കുഞ്ഞിക്കണ്ണൻ CPIM നേതാവ്, പ്രിൻറ്റു മഹാദേവ് BJP പ്രതിനിധി എന്നിവരാണ്. ആദ്യം ഡോക്ടർ ജിൻഡോ ജോൺ, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിച്ചതിൻ്റെ വലിയ ആവേശം നിങ്ങളുടെ ക്യാമ്പിനാകെ ഉണ്ടായിരുന്നു. അതിൻ്റെ നേട്ടവും കൊയ്തവരാണ് നിങ്ങൾ. ഇത്തവണ രാഹുൽ ഇല്ലേ? നിഷാദെ, അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ പറയാൻ പറ്റിയ സാഹചര്യമല്ല. അതിന് AICC സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. അതിനെക്കുറിച്ച് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് നേരത്തെ കൂട്ടി അതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. സ്ഥാനാർത്ഥി നിർണ്ണയമൊന്നും ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും മത്സരിക്കണമെന്നൊക്കെയാണ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുടെയും UDF-ന്റെ ആഗ്രഹം. സാഹചര്യം എങ്ങനെയായാലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ വലിയൊരു തരംഗം UDF-ന് അനുകൂലമായിട്ട് കേരളത്തിലുണ്ടാകുമെന്ന് തന്നെയാണ് UDF-ന്റെയും കോൺഗ്രസിൻ്റെയും കണക്കുകൂട്ടൽ. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി മത്സരിച്ചതിനോടനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ, കുറേ കൂടി സാഹചര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമായിരുന്നു, UDF-ന് അനുകൂലമായിരുന്നു എന്നുള്ള താങ്കളുടെ നിരീക്ഷണം ശരിയാണ്. പക്ഷേ അതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ മോദി വിരുദ്ധമായിട്ടുള്ള 5 വർഷത്തെ 2014 മുതൽ 19 വരെയുള്ള മോദി ഗവൺമെന്റിനെതിരെ അതിശക്തമായിട്ടുള്ള ജനവികാരം കേരളത്തിലെമ്പാടും അലയടിച്ചിരുന്നു. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടി അതിശക്തമായിട്ടുണ്ടായിരുന്നു. ആ മോദി വിരുദ്ധ വികാരത്തോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള പ്രസൻസ് കൂടി വന്നപ്പോൾ അത് കുറെ കൂടി കോൺഗ്രസിനും UDF-നും അനുകൂല തരംഗമായി എന്നുള്ളത് ശരിയാണ്. അതൊക്കെ ഇരിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ അധികമായിട്ടുള്ള 10 വർഷത്തെ മോദി റൂളിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള മോദി വിരുദ്ധ വികാരം കേരളത്തിലെമ്പാടും അലയടിക്കുന്നുണ്ട്. അതൊരു സംശയവും വേണ്ട. BJP അനുഭാവികളായിട്ടുള്ള ആളുകൾ തന്നെ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആളുകൾക്ക് ക്ഷേത്രം പണിയുന്നതുകൊണ്ടോ അമ്പലം പണിയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന നിലപാടുകൾ ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണം നടന്നതുകൊണ്ടോ ഒക്കെ അതിനപ്പുറത്ത് മനുഷ്യന് ജീവിക്കാനായിട്ട് അവന്റെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങളില്ലേ രാഹുൽ ഗാന്ധിയുടെ കേരള മത്സരത്തിൽ? ഒന്നാമത്തേത്, ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്തരം ഐക്കണുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ സൈദ്ധാന്തികമായി എത്ര തള്ളി പറഞ്ഞാലും. അപ്പം മോദി ഒരു വലിയ ഐക്കണായിട്ട് അപ്പുറത്ത് നിൽക്കുന്നു. മോദി ഉത്തരേന്ത്യയിൽ നിന്ന് ജനവിധി തേടുന്നു. ഹിന്ദി ഹാർട്ട്ലാൻഡിന്റെ വിശ്വാസ്യത ആർജിക്കുക എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് BJP-യുമായിട്ടല്ലാതെ മത്സരിക്കുക, രാഹുൽ ഗാന്ധി BJP-ക്കെതിരെ മത്സരിക്കുന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കുക പ്രധാനമാണല്ലോ. ഇവിടെ വന്ന് ഇന്ത്യ സഖ്യത്തിലെ ഒരു കക്ഷി വിട്ടാണോ മത്സരിക്കേണ്ടത്? ഒപ്പം ഉത്തരേന്ത്യ വിട്ട് ഇവിടെ വന്നാണോ മത്സരിക്കേണ്ടത്? ഈ ചോദ്യങ്ങളെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ലേ? ഇവിടെ രാഹുൽ മത്സരിച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രഭാവത്തിൽ UDF-ന് കുറച്ചധികം സീറ്റ് കിട്ടുമെന്ന സ്വാർത്ഥമോഹം മാത്രമേ KPCC-യെ നയിക്കുന്നുള്ളൂ. അല്ല, രാഹുൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് അധികം സീറ്റ് കിട്ടുന്ന ഒരു സ്വാർത്ഥമാകുന്ന എങ്ങനെയാണ്? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ പാർട്ടിക്ക് അധികം സീറ്റ് കിട്ടുക എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹവും സ്വപ്നവും അല്ല രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ ആകമാനം കോൺഗ്രസിന് അധികം സീറ്റ് കിട്ടും വിധത്തിൽ മത്സരിച്ചുകൂടെ? ഇന്ത്യയിൽ ആകമാനം കോൺഗ്രസിന് അധികം സീറ്റ് കിട്ടുന്ന നിലയ്ക്ക് വളരെ ധൈര്യപൂർവ്വമുള്ള ഒരു മത്സരത്തിന്റെ സ്പേസ് തെരഞ്ഞെടുത്തുകൂടെ? രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് BJP-യോടല്ലേ, BJP കാൻഡിഡേറ്റിനോടല്ലേ എന്നാണ് ചോദ്യം. അപ്പോഴല്ലേ ഒരു മത്സരത്തിന്റെ ചൂടും ചൂരും അതിന് വരിക? അല്ല
അല്ല നിഷാദേ, അതിൽ ഇന്ത്യ എമ്പാടും ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. അതിനുള്ള സ്ട്രാറ്റജി ഫിക്സ് ചെയ്യും. ഇതിലിപ്പോൾ നിഷാദോ ഞാനോ അല്ലല്ലോ ഫൈനൽ തീരുമാനം എടുക്കേണ്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഒരു അഭിപ്രായ രൂപീകരണം, പ്രത്യേക ഒരു ചർച്ചയിലേക്ക് കടക്കേണ്ട കാര്യമായിട്ടില്ല, സാഹചര്യമായിട്ടില്ല. ന്യായയാത്ര കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് നേതാക്കന്മാർ AICC വർക്കിംഗ് കമ്മിറ്റിയൊക്കെ കൂടി അതിൽ തീരുമാനമെടുക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നേ. ഇതിലിപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധി എവിടെ മത്സരിച്ചാലും ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം ില്ല. ഉത്തരേന്ത്യയിലും രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ അവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. തെലങ്കാനയിലും കർണാടകയിലും ആവശ്യപ്പെടുന്നു. കേരളത്തിലുള്ള നേതാക്കന്മാർ ഇവിടം വിട്ടുപോകരുതെന്ന് പറയുന്നു. രാഹുൽ ഗാന്ധി ഒരു ഐക്കണാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് എതിർ ചേരിയിൽ ഒരാൾ നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധി മാത്രമേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ കഴിവ് നരേന്ദ്രമോദിക്കെതിരായി മത്സരിക്കുക എന്ന് വെച്ചാൽ നരേന്ദ്രമോദി അറ്റ്ലീസ്റ്റ് നരേന്ദ്രമോദിയുടെ പാർട്ടിയോടെങ്കിലും ഏറ്റുമുട്ടണ്ടേ ഒരു തെരഞ്ഞെടുപ്പ് കളത്തിൽ? അത് പ്രധാനപ്പെട്ടതല്ലേ എന്നാണ് ഞാൻ ചോദിക്കുക. തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഇമേജുകൾക്ക് പ്രാധാന്യമുണ്ടല്ലോ. ആരോടാണ് മത്സരിക്കുന്നത്, ഏത് ഭൂമികയിലാണ് മത്സരിക്കുന്നത്, ഇതൊക്കെ പ്രധാനമല്ലേ? നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട ഒരു ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിട്ട് ആ സഖ്യത്തിനകത്തെ ഒരു കക്ഷിയോട് തന്നെ പോയി മുട്ടാൻ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ടവറിംഗ് ഫിഗറിനെ കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? ആ ധാർമ്മിക പരിസരം, ആ ലോജിക്കൽ ഏരിയ ഒന്ന് വിശദീകരിക്കാമോ? നിഷാദെ, അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എവിടെ മത്സരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, അതിൽ തീരുമാനം എടുത്തിട്ടില്ല. അതിൽ കോൺഗ്രസിന്റെ ഉന്നത അധികാര സമിതികൾ അക്കാര്യത്തിൽ തീരുമാനിക്കും. രണ്ടാമത്തത്, ഇന്ത്യ മുന്നണിയിൽ ഒരു കക്ഷിക്കെതിരെ ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ തന്നെ ആനി രാജ അവിടെ ജയിക്കുന്ന സാഹചര്യം ഒന്നുമില്ല. അത് നമ്മൾക്കറിയാം. LDF സ്ഥാനാർത്ഥി ജയിക്കുന്ന സാഹചര്യം ഇല്ല എന്നുള്ള സംശയം വേണ്ട. അതൊക്കെ വേറെ കാര്യം. പക്ഷെ ആരും ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ സ്വാഭാവികമായും രാഹുലിനെ കൊണ്ടുവന്ന് ജയിപ്പിക്കാൻ തക്കവണ്ണമുള്ള എന്ന് വെച്ചാൽ എന്താണ്? ഞങ്ങളുടെ ആരെ നിർത്തിയാലും ജയിക്കുമെന്ന കോൺഫിഡൻസ് ആണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. രാഹുൽ ഗാന്ധി വന്നാലും ജയിക്കും, വേറെ ആരായാലും ജയിക്കും. അങ്ങനെ ഒരു അതിസുരക്ഷിത മണ്ഡലത്തിൽ കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കാൻ തക്കവണ്ണം ഭയചകിതരാണ് നിങ്ങൾ ഇത്തവണയും എന്നുകൂടി അങ്ങ് പറഞ്ഞേക്കൂ. അല്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും പറയില്ല. നിഷാദ് ഇങ്ങനെ അതിവായന നടത്തേണ്ടത്. ഇപ്പൊ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാണോ അല്ലേ എന്ന് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് വയനാട്ടിൽ മത്സരിക്കോ, തെലങ്കാനയിൽ മത്സരിക്കോ, കർണാടകയിലോ അല്ലെങ്കിൽ UP-യിലോ എവിടെ മത്സരിക്കുന്നെന്നുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് ഇതിനെക്കുറിച്ച് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. എന്റെ ചോദ്യം, രാഹുൽ ഗാന്ധി ഒരു BJP കാൻഡിഡേറ്റിനോട് മത്സരിക്കുന്നതാണോ ഈ തെരഞ്ഞെടുപ്പിൽ ഫാർ ബെറ്റർ ആവുക? അതായിരിക്കുമോ കുറച്ചുകൂടി കൃത്യതയുള്ള രാഷ്ട്രീയ സന്ദേശം? എന്താണ് താങ്കളുടെ ഒരു രാഷ്ട്രീയ വിശകലനം എന്താണ്? അല്ല, രാഹുൽ ഗാന്ധി BJP സ്ഥാനാർത്ഥിയോട് എതിർത്ത് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചല്ലോ. സ്മൃതി ഇറാനിയോട് എതിർത്ത് മത്സരിച്ചില്ലേ? പരാജയപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. സ്മൃതി ഇറാനിയോട് എതിർത്ത് മത്സരിച്ചല്ലോ. രാഹുൽ ഗാന്ധി BJPക്കെതിരെ താമര ചിഹ്നത്തിനെതിരെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അത് എവിടെ എങ്ങനെയെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് തർക്കമുള്ളത്. അത് പിന്നീട് പാർട്ടി തീരുമാനിക്കും. ഇനി വയനാട്ടിൽ മത്സരിക്കോ ഇല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ചും നമ്മൾ മുൻവിധിയിലൂടെ കാര്യങ്ങൾ കാണേണ്ട കാര്യമില്ല. ഇനി രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരണ്ട എന്ന് ആവശ്യപ്പെടുന്ന ആരൊക്കെയാ? LDF-മായി ബന്ധപ്പെട്ട ആളുകളാണ്. അതിന്റെ കാരണം എന്താ? രാഹുൽ ഗാന്ധി വന്നാൽ നിലവിൽ UDF-ന് കേരളത്തിലുള്ള തരംഗത്തെ കുറെ കൂടി അതിന് വേഗത കൂടും എന്നുള്ള പേടി കൊണ്ടാണ് രാഹുൽ ഗാന്ധി വരുന്നതിന് ഒരു ഭയപ്പെടുന്നത്. ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് 242 സീറ്റിലും ഏകദേശം ധാരണയായിട്ടുണ്ടല്ലോ. ആം ആദ്മി പാർട്ടി ആയിട്ട് പോലും ധാരണയായിട്ടുണ്ട്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയായിട്ട് ധാരണ ഉണ്ടാക്കുമ്പോൾ തന്നെ പഞ്ചാബിൽ തന്നെത്താൻ മത്സരിക്കാൻ തീരുമാനമെടുക്കുന്നു. ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിയുമായിട്ട് ചേർന്ന് മത്സരിക്കാൻ തീരുമാനമെടുക്കുന്നു. അപ്പോൾ ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി CPM-നെതിരെ മത്സരിക്കുന്നത് പോലെ അല്ലല്ലോ ഇത്. ഇപ്പം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഫിഗേഴ്സിൽ ഒരാളാണ്, നായകസ്ഥാനീയരിൽ ഒരാളാണ്, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അയാൾ വന്ന് ഇവിടെ CPI-ക്കെതിരെ മത്സരിക്കുക എന്നത് കൊടുക്കുന്ന സന്ദേശം എന്തായിരിക്കും? അതാണോ ചെയ്യേണ്ടത്? നിങ്ങൾ മത്സരിച്ചോ പരസ്പരം. നിങ്ങളിവിടെ ആനി രാജയ്ക്കെതിരെ നിങ്ങളുടെ ഏറ്റവും അവൈലബിൾ ബെസ്റ്റായ ആളെ തന്നെ മത്സരിപ്പിക്കൂ. രാഹുൽ ഗാന്ധി വരുമ്പോൾ അതിന് ചിത്രം മാറുന്നുണ്ട്. അത് നിങ്ങളതിനെ വളരെ നിഷ്കളങ്കമായിട്ട് ചെറുതാക്കി കാണുകയാണോ? ഞങ്ങൾ ചെറുതായിട്ട് കാണുന്നില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇപ്പൊ കോൺഗ്രസും LDF-ഉം ഈ UDF-ഉം LDF-ഉം കേരളത്തിൽ യോജിച്ചല്ല പോകുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കക്ഷികൾ തന്നെയാണ്. പക്ഷെ ഇവിടെ സെപ്പറേറ്റ് മത്സരിക്കുമ്പോൾ, നേരിട്ട് എതിർത്ത് മത്സരിക്കുമ്പോൾ BJP-യേക്കാൾ വലിയ രീതിയിലുള്ള മത്സരം കോൺഗ്രസും LDF-ഉം തമ്മിൽ നടക്കുന്ന ഘട്ടത്തിൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള മിനിമം അവകാശമെങ്കിലും കോൺഗ്രസിൽ കൊടുക്കണ്ടേ? അത് LDF അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇപ്പോ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടാണ്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി പറയുന്ന സ്ഥാനാർത്ഥികളെ AAP-ക്കെതിരെ മത്സരിപ്പിക്കണം എന്ന് കോൺഗ്രസിനോട് പറയാൻ പറ്റുമോ?
അത് കേരളത്തിലും അങ്ങനെ പറ്റില്ല. കേരളത്തിൽ രാഹുൽ ഗാന്ധി വേണോ മറ്റാരെങ്കിലും വേണോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനം ഇതേവരെ വന്നിട്ടില്ല. വരാത്ത തീരുമാനത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ തർക്കം നടത്തുന്നത്. എന്തു തന്നെയാലും ഇന്ത്യ മുന്നണിക്ക് ഗുണകരമാകുന്ന, കോൺഗ്രസിന് പ്രത്യേകിച്ചും ഇന്ത്യയിൽ വലിയ തരംഗത്തിന് സാധ്യത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതിലൊന്നും സംശയവും വേണ്ട. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കൃത്യമായിട്ട് അറിയാം, കേരളത്തിലെ CPM-നോ ഇടതുപക്ഷത്തിനോ ഉള്ളതിനേക്കാൾ കൂടുതൽ തിരിച്ചറിവ് നരേന്ദ്രമോദിക്കെതിരെ ഒരു തരംഗമുണ്ടാക്കി അധികാരത്തിലേക്ക് തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം തന്നെ, ഭരണഘടന തന്നെ തച്ചുടയ്ക്കപ്പെടുമെന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസിനുണ്ട്, മറ്റാർക്കും ഉള്ളതിനേക്കാൾ. അതുകൊണ്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തീരുമാനമായിരിക്കും AICCയുടെ ഭാഗത്ത്. ഏറ്റവും അനുയോജ്യമായ തീരുമാനം എന്ന് പറയുമ്പോൾ KT കുഞ്ഞിക്കണ്ണൻ, അനുയോജ്യമായ തീരുമാനം നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് മത്സരിക്കാൻ വരുന്നില്ല. കാരണം അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ വരുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ നമുക്കറിയാമല്ലോ പലതരം സാഹചര്യങ്ങളുണ്ടായിരുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായിട്ടുള്ള പൊതുവികാരം ഉയർന്നു വരുന്നതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അതിന് ഒരു ആവേശം കൂട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. ഇത്തവണ രാഹുൽ ഇല്ല എന്ന് വരുന്നത് നിങ്ങൾക്ക് കുറച്ച് ആശ്വാസമാണോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP-യെ പരാജയപ്പെടുത്തുക എന്ന കാര്യത്തിൽ കോൺഗ്രസുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ BJP-യെ പരാജയപ്പെടുന്ന കാര്യത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന ഇന്ത്യയിലെ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ രാഹുൽ ഗാന്ധി 2019 മുതൽ ഇന്ത്യൻ പാർലമെൻറ്റിനുണ്ടല്ലോ, ആ പാർലമെൻറ്റ് നടപടിക്രമങ്ങൾക്കകത്ത് BJP ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനും കോർപ്പറേറ്റ് അജണ്ടയ്ക്ക് ആവശ്യമായ സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കാനും ശ്രമിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള 19ഓളം വരുന്ന MP-മാർ എന്ത് പ്രവർത്തനമാണ് നടത്തിയത്? രാജ്യത്തെ ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്ന നിയമനിർമ്മാണങ്ങൾ, നിയമ ഭേദഗതികൾ, ഈ കാര്യങ്ങളെല്ലാം വളരെ നിഷ്ക്രിയമായ നിലപാടാണ് കോൺഗ്രസിൻ്റെ MP-മാർ സ്വീകരിച്ചത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ആ അർത്ഥത്തിൽ ഒരു പാർലമെന്ററിയൻ എന്ന നിലക്ക് ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളത് പാർലമെന്റ് നടപടിക്രമങ്ങളുടെ രേഖകൾ പരിശോധിക്കുമ്പോൾ, ഓരോരുത്തരുടെ ഇടപെടലുകളുടെ അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പാർലമെന്റിന് പുറത്തോ കോൺഗ്രസ് BJP-ക്കെതിരായിട്ട് അവരുടെ സാമ്പത്തിക നയം, അവരുടെ വർഗീയ അജണ്ടക്കെതിരായിട്ട് എന്ത് നിലപാട് സ്വീകരിച്ചു? അപരമതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ തകർത്ത് ക്ഷേത്രമുണ്ടാക്കുന്നത് വലിയ ദേശീയ പദ്ധതിയാക്കി മാറ്റുമ്പോൾ അതിനനുകൂലമായ അഭിപ്രായ രൂപീകരണത്തോടൊപ്പം ആ ഹിന്ദുത്വ പൊതുബോധത്തോടൊപ്പം ചേരുകയാണ് കോൺഗ്രസ് ചെയ്തത്. അതുകൊണ്ട് നിഷാദെ, ഈ ചർച്ചയിൽ ഞാൻ ആദ്യം തന്നെ പറയുന്നു, കോൺഗ്രസ് ശക്തമായ BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കാൻ, അതിന് കോൺഗ്രസിനെ നിർബന്ധിതമാക്കാൻ ഒരു സമ്മർദ്ദ ശക്തി എന്ന നിലക്ക് ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം പാർലമെൻറ്റിൽ അനിവാര്യമാണ്. ഇന്നത്തെ ഒരു റിയാലിറ്റിക്കകത്ത് കേരളത്തിൽ നിന്നാണ് ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ MP-മാരെ തിരഞ്ഞെടുക്കാൻ കഴിയുക. ആ കേരളത്തിലെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ഇടതുപക്ഷം ഈ പ്രാവശ്യം മത്സരിക്കുന്നത് 2019 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന വ്യാമോഹം, BJP-യെ എങ്ങനെയെങ്കിലും താഴെയിറക്കാൻ കഴിയും എന്ന വ്യാമോഹം, ഈ ഹിന്ദുത്വ അജണ്ടയുടെ ആഘാതമേറ്റുവാകുന്ന കേരളത്തിലെ ഒരു ജനവിഭാഗത്തിനും ഇന്നില്ല. കോൺഗ്രസിനെ കൊണ്ട് BJP-യെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിയും എന്നാരും ചിന്തിക്കുന്നില്ല. പക്ഷേ ഒരു ദേശീയ പാർട്ടി എന്ന നിലക്ക്, രാജ്യവ്യാപകമായ സ്വാധീനമുള്ള ഒരു പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസ് പ്രധാനമാണ്. അതിൻ്റെ പങ്ക് പ്രധാനമായി തന്നെ എല്ലാവരും കാണുന്നുണ്ട്. അതേസമയത്ത് കേരളം പോലെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇടതുപക്ഷം പാർലമെന്റ് എത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ 2004 എങ്ങനെയാണോ BJP-യെ മാറ്റി നിർത്താൻ ഇടതുപക്ഷം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UPA-ക്ക് പിന്തുണ കൊടുത്തത്, മറ്റ് കക്ഷികളെയെല്ലാം UPA രൂപീകരണത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നത്, ആ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇനീഷ്യേറ്റീവ് BJP-യെ മാറ്റി നിർത്താൻ കഴിയുന്ന രാഷ്ട്രീയ കക്ഷികളുടെ ഒരു ഏകോപനം ഉണ്ടാക്കുന്നതിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തി പ്രധാനമാണ് എന്ന് ദേശീയ തലത്തിലും കേരളത്തിലുമുള്ള എല്ലാ വിഭാഗങ്ങളും തിരിച്ചറിയുന്നത്. KT, ഇതിനകത്തൊരു പ്രധാന സംഗതി ഉള്ളത്, എല്ലായ്പ്പോഴും UDF മുന്നോട്ട് വെക്കുന്ന ഒരു സംഗതി, ഇത്തവണ മോദിയെ വീഴ്ത്താൻ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് കോൺഗ്രസ് ഉണ്ടാവേണ്ടതുണ്ട്, ലീഗ് പോലും കോംപ്രമൈസ് ചെയ്യുന്നത് പലപ്പോഴും ആ വാചകം പറഞ്ഞിട്ടാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സാധ്യത, കോൺഗ്രസ്സാണ് അതിലെ ഏറ്റവും വലിയ കക്ഷി, അവർ വലുതാവുകയാണ് വേണ്ടത് എന്നൊക്കെയുള്ള പ്രചരണം കഴിഞ്ഞ തവണ പ്രയോജനപ്പെട്ട ഒന്നാണ്. ഇത്തവണ അതിൻ്റെ സാധ്യത കുറഞ്ഞു എന്നാണോ നിങ്ങളുടെ വിലയിരുത്തൽ, പ്രത്യേകിച്ച് മൈനോറിറ്റി കൺസോളിഡേഷൻ്റെ കാര്യത്തിൽ? അതൊന്നും ഏശാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. എങ്ങനെയാണ് ഇവിടെ ദേശീയ മുന്നണിയൊക്കെ അധികാരത്തിൽ വന്നതെന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ സീറ്റുള്ള കക്ഷിയല്ല പ്രധാനമന്ത്രിയായത്. അപ്പോൾ ഇതിനൊക്കെ പാർലമെൻറ്റ് നടപടിക്രമങ്ങളെക്കുറിച്ച് കൂടി നമ്മുടെ രാജ്യത്തെ വോട്ടർമാർക്ക് ധാരണയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു വൈകാരിക അന്തരീക്ഷമായിരുന്നു, എങ്ങനെയെങ്കിലും മോഡിയെ താഴെ ഇറക്കണം. ആ രീതിയിൽ ന്യൂനപക്ഷത്തിൻ്റെ കൺസോളിഡേഷൻ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ കോൺഗ്രസിന് അനുകൂലമായി വന്നു. അത് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചത് കൊണ്ട് മാത്രമല്ല കേട്ടോ,
ന്യൂനപക്ഷത്തിന് ഒരു ജാഗ്രത ഉണ്ടായിരുന്നു. മതനിരപേക്ഷത, ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ നിലനിൽക്കണം, ഈ രീതിയിലുള്ള വിഷയങ്ങൾ പ്രധാനമായി വന്നു. അത്തരമൊരു സാഹചര്യത്തെ നന്നായി മുതലെടുക്കാൻ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞിട്ടുണ്ട്, UDF കഴിഞ്ഞിട്ടുണ്ട്. അവർ ജയിച്ചു പോയിട്ടുണ്ട്. പക്ഷേ 2019 ശേഷം അവർ ജയിച്ചു പോയതിനു ശേഷം BJPയെ പ്രതിരോധിക്കുന്നതിനും BJPയെ ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കുന്നതിനും പാർലമെൻറ്റിനകത്തും പുറത്തും കാര്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ നിന്ന് പോയ ഇടതുപക്ഷം കാണിച്ച ജാഗ്രത, ഇടതുപക്ഷത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രത്യേകിച്ച് രാജ്യസഭയിലെ അംഗങ്ങളൊക്കെ കാണിച്ച ഊർജ്ജസ്വലമായ BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കാൻ ആരും തയ്യാറായിട്ടില്ല. നമുക്ക് ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ കോഴിക്കോട്ട് നിന്നാണല്ലോ നിഷാദെ ഞാനും നിങ്ങളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കോഴിക്കോട്ട് MP രാഘവനെ നോക്കൂ, 140 MPമാർ ഈ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ കോൺഗ്രസ്സുകാരനായ ഇവിടെ UDF പ്രതികരിച്ച് ഇന്ത്യയുടെ പാർലമെൻറ്റ് ലോകസഭയിലുണ്ടായിരുന്ന രാഘവൻ പുറത്താക്കപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് പുറത്താക്കപ്പെട്ടത്? അതായിരുന്നത് നിഷ്ക്രിയമായ നിലപാട്. BJPക്കെതിരായിട്ട് ഹിഡൻബർഗ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പാർലമെൻറ്റിൽ വിവാദപരമായി ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് നിഷ്ക്രിയമായ സമീപനം എടുത്തു. കേരളത്തിൽ നിന്ന് പോയ എല്ലാ MPമാരും നിഷ്ക്രിയ നിലപാടാണ് പാർലമെൻറ്റിൽ ഈ 5 വർഷക്കാലം സ്വീകരിച്ചത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിനകത്ത് നിന്ന് ഇവിടെ BJP എന്തായാലും ജയിച്ചു വരില്ല. ജയിച്ചു പോകേണ്ടത് ഇടതുപക്ഷമാണ് എന്നൊരു പൊതുബോധം, അത്തരത്തിലുള്ളൊരു അഭിപ്രായം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഒരു കാര്യം, കോൺഗ്രസിൻ്റെ പ്രതിനിധി എൻ്റെ സുഹൃത്ത് ജിൻഡോ ഇവിടെ പറഞ്ഞതുപോലെ കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല, കോൺഗ്രസ് തീരുമാനിച്ചോ. പക്ഷേ ദേശീയ തലത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ, ഇന്ത്യ കൂട്ടായ്മയുടെ പ്രമുഖ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി കേരളത്തിലെ ഇടതുപക്ഷവും അതുപോലെ അനി രാജയെ പോലൊരു ദേശീയ നേതാവുമായി മത്സരിക്കുന്നത് എന്ത് സന്ദേശമാണ് ദേശീയ തലത്തിൽ നൽകുക? ദേശീയ തലത്തിൽ BJPക്കെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ കോൺഗ്രസിൻ്റെ പങ്ക്, കോൺഗ്രസിൻ്റെ റോള് എത്രത്തോളം അപ്രസക്തമാകും എന്ന് ചിന്തിക്കാനുള്ള രാഷ്ട്രീയ നയജ്ഞത കോൺഗ്രസ് നേതാക്കൾക്കുണ്ടാവണം. അല്ല, CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാവിനെ നിങ്ങൾ എന്തിനാ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യ സഖ്യത്തിലെ വേറൊരു കക്ഷിയോട് മത്സരിപ്പിക്കുന്നത്? CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാവ് എന്ന് പറയുമ്പോൾ നിഷാദിന് അറിയാമല്ലോ, ഞങ്ങളെ പാർട്ടിയെക്കുറിച്ച് ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, നിങ്ങൾ കേരളത്തിൽ മാത്രമുള്ള പാർട്ടിയല്ലേ എന്ന്. കേരളത്തിലാണ് ഈ ആനി രാജയെ പോലുള്ള BJPക്കെതിരായിട്ട്, അവരുടെ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വംശഹത്യാ നീക്കങ്ങൾക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുത്ത് എല്ലാ കടന്നാക്രമണ സാഹചര്യങ്ങളും വംശഹത്യ നടക്കുന്ന മേഖലകളിലേക്കും പാഞ്ഞെത്തുന്ന, ഓടിയെത്തുന്ന, അവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിന്ന് BJPയെ തുറന്നു കാണിക്കുന്നതിൽ നിതാന്തമായ ജാഗ്രത കാണിച്ചിട്ടുള്ള, ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു ദേശീയ നേതാവ് പാർലമെന്റിൽ വേണ്ടേ? CPIക്ക് എവിടെ നിന്ന് ആനി രാജയെ വിജയിപ്പിക്കാൻ പറ്റും? അപ്പോൾ കേരളമാണ് ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ ഇന്നത്തെ ഒരു എക്സിസ്റ്റിംഗ് റിയാലിറ്റിക്കകത്ത് സ്വാധീനമുള്ള മേഖല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ആനി രാജയെ പോലൊരു നേതാവിനെ മത്സരിപ്പിക്കുന്നത്. അത് കേരളം, വയനാട്ടിലെ ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ കാണുന്നത്. ശരി, കോൺഗ്രസിനെ പോലെ എല്ലായിടത്തും സാധ്യത അല്ലെങ്കിൽ ഉള്ള പാർട്ടിയല്ല CPIയുടെ സാധ്യത കേരളത്തിലാണ്. അപ്പോൾ അത് അവർ നോക്കുന്നു എന്ന വിശദീകരണം കുറച്ച് ലോജിക്കലാണ്. പ്രിന്റു മഹാദേവ് BJP നേതാവ്, അല്ല പ്രിന്റു, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ ഭൂരിപക്ഷത്തെ പേടിച്ച് ന്യൂനപക്ഷത്തിൻ്റെ സ്ഥലത്തേക്ക് ഒളിച്ചോടി എന്ന് പറഞ്ഞു, നമുക്ക് ഓർമ്മയുണ്ട്. അതുമാത്രമല്ല, ട്വിറ്റർ ഹാൻഡിൽ റൈറ്റ് വിങ്ങുകാർ പ്രചരിപ്പിച്ച കടന്നതുമല്ലാത്തതുമായിട്ടുള്ള വലിയ പ്രചരണം വേറെയും കണ്ടു. ഇത്തവണ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നില്ല എന്ന് തോന്നുന്നു. നിങ്ങളുടെ ഒരു പ്രചരണത്തിൻ്റെ ഒരു മുന ഒടിഞ്ഞോ? നിഷാദ് സാർ, രാഹുൽ ഗാന്ധി എവിടെ മത്സരിച്ചാലും ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ യാതൊരു തരത്തിലുള്ള ചലനങ്ങളും ഉണ്ടാക്കാൻ പോകുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. പിന്നെ രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണം എന്നുള്ള കാര്യം കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരാനുള്ള സാഹചര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു MP എന്ന നിലയിൽ തികഞ്ഞ പരാജയമായിരുന്ന ആളായിരുന്നു രാഹുൽ ഗാന്ധി. അമേഠിയിൽ നിന്ന് തോൽവി ഭയന്നുകൊണ്ട് തോൽക്കുമെന്നുള്ള കാര്യം ഉറപ്പായപ്പോഴാണ് അദ്ദേഹം സുരക്ഷിതമായിട്ട് ഭാരതത്തിൽ ഏത് സീറ്റാണ് ഉണ്ടാവുക എന്ന് അന്വേഷിച്ച് നടന്നത്. അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടി, അത് വയനാടാണ്. വയനാട് സീറ്റിൽ അവർ എന്തുകൊണ്ടാണ് വയനാട് സീറ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കോൺഗ്രസിന്റെ ഒരു സംഘടനാ മികവോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ഒരു അപ്രമാദിത്വമുള്ള ഒരു മണ്ഡലമായതുകൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിപ്രഭാവമല്ല. അവിടെ സുരക്ഷിതമായ സീറ്റാണ്. കാരണം എന്താ, മുസ്ലിം ലീഗിന് കൃത്യമായിട്ട് അവിടെ അപ്രമാദിത്വമുണ്ട്, മുസ്ലിം സമുദായത്തിന് കൃത്യമായിട്ട് അപ്രമാദിത്വമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഏറ്റവും സുരക്ഷിതമായിട്ട് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ പറ്റുന്ന സീറ്റ് അന്ന് നടന്ന മോദി തരംഗത്തിൽ വയനാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള 3 സീറ്റുകൾ സത്യത്തിൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുള്ളൂ. ഒന്ന് വയനാടാണ്, മറ്റൊന്ന് മലപ്പുറമാണ്, മറ്റൊന്ന് പൊന്നാനിയാണ്. ഈ 3 സ്ഥലത്തും രാഹുൽ ഗാന്ധിക്ക് ജയിക്കാം എന്ന് പറയാനുള്ള കാരണം ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയ്ക്കുള്ള സംഘടനാ സംവിധാനവും
മുസ്ലിം സമുദായത്തിനുള്ള അപ്രമാദിത്വമാണ്. അത് യാതൊരു സംശയവും വേണ്ട. ഇപ്പൊ നോക്കൂ, ഉത്തരേന്ത്യയിൽ നിന്ന് മത്സരിച്ചുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി ഈ മുഴുവൻ നെടുനായകത്വം വഹിച്ചുകൊണ്ട് ഈ ഇലക്ഷനെ നേരിടേണ്ടതെന്നാണ് നമ്മുടെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ എവിടെ നിന്നാണ് സാധിക്കുക? ഒന്ന്, അദ്ദേഹത്തിന് ഈ കോൺഗ്രസിന് സുരക്ഷിതമായിട്ടുള്ള ഉത്തരേന്ത്യയിലെ 2 സീറ്റുകളാണ് ഉള്ളത്. ഒന്ന് അമേത്തിയാണ്. അപ്പൊ അമേത്തിയിൽ നിന്ന് തന്നെ ഭയന്നുകൊണ്ട് സോണിയാഗാന്ധി തന്നെ രാജ്യസഭയിലേക്ക് പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാനുള്ളത്. മറ്റൊരു സീറ്റ് മധ്യപ്രദേശിലെ ചിന്തുവാഡയാണ്. അപ്പൊ ചിന്തുവാഡ സീറ്റും സുരക്ഷിതമായിട്ടുള്ള കോൺഗ്രസിന് ഒരു സീറ്റാണ്. പക്ഷെ ചിന്തുവാഡ സീറ്റിന്റെ ഒരു പ്രത്യേകത, അവിടെ ഇന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ നിരന്തരമായിട്ടുള്ള പ്രസ്താവന ഇറക്കുന്ന കമൽനാഥിന്റെ മകൻ നകുൽനാഥിന്റെ സീറ്റാണ്. അപ്പൊ സ്വാഭാവികമായി ഹിന്ദി ഹൃദയഭൂമിയിൽ ഈ 2 സീറ്റുകൾ നിന്നാൽ പോലും രാഹുൽ ഗാന്ധിക്ക് വിജയിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി കൂടുതൽ സെലക്ട് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് വയനാട് തന്നെയായിരിക്കും. ഇതിപ്പോ അയ്യോ അച്ഛാ പോകലെ എന്ന് നമ്മൾ സിനിമയിലെ ഡയലോഗ് പോലെ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി. കാരണം രാഹുൽ ഗാന്ധി തികഞ്ഞ പരാജയമായിരുന്നു വയനാട് MP എന്ന നിലയിൽ. നമുക്കറിയാലോ, അദ്ദേഹം അവിടെ ഒരു സത്യത്തിൽ ഒരു ടൂറിസ്റ്റാണ്. നമുക്ക് സത്യത്തിൽ കേരളീയന് സത്യത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാതിരിക്കുന്നതായിരിക്കും ഒരു മണ്ഡലത്തിന്റെ വികസനവും കേരളത്തിന്റെ വികസനവും നല്ലത് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രസക്തനായിട്ടുള്ള കോൺഗ്രസ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേരത്തെ നമ്മുടെ നിഷാദ് സാർ പറഞ്ഞതുപോലെ അത്രമാത്രം അപ്രമാദിത്വമുള്ള വ്യക്തിത്വമാണെങ്കിൽ അദ്ദേഹം തുടർച്ചയായി ജയിച്ചിരുന്ന അമേത്തിയിൽ നിന്ന് അദ്ദേഹം ജയിക്കേണ്ടതല്ലേ? നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇത് അനിരാജ വയനാട്ടിൽ മത്സരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ്. സത്യത്തിൽ ഇവർ ഇന്ത്യ സഖ്യത്തിന്റെ ഒക്കെ ഭാഗമാവുന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാതിരിക്കാനുള്ള മര്യാദയാണ് സത്യത്തിൽ അനിരാജയെ പോലെ CPI ഒക്കെ കാണേണ്ടത്. സത്യത്തിൽ ഇവർ രാഹുൽ ഗാന്ധിയെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവെന്ന രീതിയിൽ ഇവർ ഏകപക്ഷീയമായിട്ട് CPI-യോ CPM-ഓ ഒന്നും മത്സരിക്കാതെ ഒറ്റ സ്ഥാനാർത്ഥി, അങ്ങനെയല്ലേ ഒരു സഖ്യമൊക്കെ ആവുന്ന സമയത്ത്. ഇപ്പൊ BJP മത്സരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ്. ഞങ്ങളൊരു സഖ്യത്തിൽ ഏർപ്പെടുന്ന സ്ഥലത്ത് BJPക്ക് ഒരു സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ ശിവസേനയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ RJDക്ക് വേറൊരു സ്ഥാനാർത്ഥിയൊന്നുമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ സ്ഥാനാർത്ഥിയാണ്. അതിനുള്ള ഒരു നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും പയറ്റാൻ പോകുന്നത് ഇദ്ദേഹം വയനാട്ടിൽ വരികയാണെങ്കിൽ മുസ്ലിങ്ങളുള്ള സ്ഥലത്തേക്ക് പോയി എന്നുള്ള ചീപ്പ് നമ്പർ എടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തേതുപോലെ. കോൺഗ്രസിന് 19 MP-മാരുണ്ടല്ലോ, അല്ലാതെ മലപ്പുറത്തും വയനാട്ടിലും പൊന്നാനിയിലും മാത്രം ജയിച്ച കക്ഷിയല്ലല്ലോ കോൺഗ്രസ്. പിന്നെയും കോൺഗ്രസിന് ഉറപ്പുള്ള മണ്ഡലങ്ങൾ വേറെ ഈ കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തുണ്ടെന്ന് താങ്കൾക്കറിയാം. പക്ഷെ താങ്കൾ പറയുന്നത് മലപ്പുറവും പൊന്നാനിയും വയനാടും മാത്രമേ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാനുള്ളൂ എന്നാണ്. എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പയറ്റാൻ പോകുന്നത് ഇമാതിരി ചീപ്പ് നമ്പർ അല്ല നിഷാദ് സാർ, അതിന് കാരണം പറയാം. മറ്റൊന്നുമല്ല, ഈ 3 മണ്ഡലങ്ങളിൽ ഇന്ന് ഇന്ത്യ മുന്നണിയിലുള്ള ഏറ്റവും പ്രബലമായിട്ട് സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടി അത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ 3ാം സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വിരട്ടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. വേണമെങ്കിൽ സ്റ്റാലിൻ കഴിഞ്ഞു കഴിഞ്ഞ് DMK-യോട് ഏതെങ്കിലും ഒരു സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തമിഴ്നാടിനും ചിലപ്പോൾ വിജയിക്കാം. അതിനപ്പുറത്തേക്ക് വിജയിക്കാനുള്ള സാധ്യത എവിടെയാണുള്ളത്? നിങ്ങൾ തന്നെ ഒന്ന് പറയൂ. നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷണം നടക്കുന്ന സമയത്ത് ഇപ്പൊ തെലങ്കാനയൊക്കെ പറയുന്നുണ്ട്, തെലങ്കാനയിൽ ഒന്നും രാഹുൽ ഗാന്ധി നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം തോറ്റു തുന്നം പാറുക എന്നല്ലാതെ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കില്ല. പിന്നെ ഇത് UDF-ന്റെ ഒരു ആഭ്യന്തര കാര്യമായിട്ട് കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെ മര്യാദകേട് കാണിക്കുന്നു പറയില്ല. കാരണം മുസ്ലിം ലീഗ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ കോൺഗ്രസിനെ സംരക്ഷിച്ചൊരു പ്രസ്ഥാനമാണ്. നമുക്കറിയാലോ, AK ആന്റണി, K കരുണാകരൻ, AK ആന്റണി തമ്മിൽ വീറുറ്റ പോരാട്ടം ഗ്രൂപ്പ് പോലും നടക്കുന്ന സമയത്ത് AK ആന്റണിയെ ലീഗിന്റെ തിരൂരങ്ങാടി സീറ്റിൽ നിന്ന് ജയിപ്പിച്ചവരാണ് ലീഗുകാർ. ഞാൻ പറഞ്ഞു, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കരുത്താണ്. പിന്നെ കൊടുവള്ളിയിൽ ഈ ഗ്രൂപ്പ് വഴക്കിനിടെ കൊടുവള്ളിയിൽ മുരളീധരനെ ജയിപ്പിക്കാൻ നോക്കി മുരളീധരന്റെ കഷ്ടപ്പാടും കയ്യിലിരിപ്പ് കൊണ്ട് തോറ്റു. അപ്പോ ലീഗിന്റെ ഒരു കാരണം നോക്കൂ നിങ്ങൾ, ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ശക്തി കണ്ടുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ സ്ഥലങ്ങളുണ്ടല്ലോ അദ്ദേഹം എന്താ മത്സരിക്കാത്തത്? അത് ഹൈദരാബാദിൽ പോയി മത്സരിക്കട്ടെ. അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കാനുള്ള സാധ്യത തുലോം തുച്ഛമായിരിക്കാണ് ഇപ്പോ. അല്ല, നമുക്കൊരു രാഷ്ട്രീയ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നിഷാദ് സാർ കണ്ടാൽ മതി. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നത് കാരണം നമുക്കൊരു അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന പോലെ വയനാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മത്സരിക്കാൻ വന്നത്. ആ സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു സംശയം വേണ്ട, നേരത്തെ ഈ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ പോലെ ഈ ജാഗ്രതയും പിന്നെ ഈ ഹിന്ദുത്വത്തിന്റെ ഭീകരതയുടെ റിക്ടർ സ്കെയില് KT കുഞ്ഞിക്കണ്ണന്റെ പോലെ ആളുടെ മസ്തിഷ്കത്തിൽ 9.5 രേഖപ്പെടുത്തിയ സാഹചര്യത്തിലൊക്കെ ചിലപ്പോൾ ന്യൂനപക്ഷം ജാഗ്രത കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്നിട്ടുണ്ടാകാം. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അന്ന് UDF തൂത്തുവാരുള്ള മറ്റൊരു കാരണം ശബരിമല കൂടിയായിരുന്നു. വെറും ഈ ന്യൂനപക്ഷത്തിന്റെ ജാഗ്രത മാത്രമായിരുന്നില്ല, അന്ന് ഇടതുപക്ഷം ശബരിമല നടത്തിയ നയങ്ങളും അന്ന് ഈ പറയുന്ന കനലൊരു തരിയാക്കിക്കൊണ്ട് ആരിഫിനെ മാത്രം ജയിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇവിടെ ഇത് രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസിന്റെയോ ഒക്കെ ആഭ്യന്തര കാര്യമാണെങ്കിൽ കൂടി രാഹുൽ ഗാന്ധി വയനാട്ട് സീറ്റിൽ തന്നെ മത്സരിക്കാനായിരിക്കും കൂടുതൽ സാധ്യത. കാരണം KC വേണുഗോപാലിനെ പോലെയുള്ള ഒരാള് ഇത്രയും കാലം അദ്ദേഹം കോൺഗ്രസിന്റെ പല കാര്യങ്ങളും ഈ വിലപേശി നേടിയത് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ സീറ്റ് പറഞ്ഞുകൊണ്ടാണ്.
പിന്നെ ലീഗിനും ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി അവർ അണ്ടറിൽ നിൽക്കുന്നതായിരിക്കും ലീഗിനും ഒരു പൊളിറ്റിക്കലി ഗുണം എന്ന രീതിയിൽ. ജിൻഡോ ജോൺ നോക്കൂ, BJP പാനലിസ്റ്റ് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് മത്സരിച്ച് ജയിക്കണമെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും സീറ്റ് നോക്കുന്നതായിരിക്കും നല്ലതെന്നാണ്. നിഷാദെ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഒറ്റ മിനിറ്റ് എടുത്ത് ഞാൻ ബഹുമാനീയനായ LDF പ്രതിനിധിയോട് ഒരു കാര്യം ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ MP-മാർ വിജയിച്ചു പോയിട്ട് പാർലമെന്റിനകത്തും പുറത്തും BJPക്കെതിരായിട്ട് ഒരു പോരാട്ടമോ ഒരു പ്രതിരോധവും നടത്തിയില്ല എന്ന്. അപ്പോൾ നിങ്ങളുടെ ആലപ്പുഴയിലെ ആ ഒരു കനൽത്തരി ആരിഫായിരുന്നു ഈ പ്രതിരോധവും പോരാട്ടവും ഒക്കെ നടത്തിയത് എന്നാണ് താങ്കളുടെ ബോധ്യം. താങ്കളെ ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് നിങ്ങളുടെ ഒരു സഹജമായിട്ടുള്ളൊരു സ്വഭാവമായതുകൊണ്ട് ഞാൻ അതിനെ തിരുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനകത്ത് ഇന്ത്യ എമ്പാടും നടന്ന പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് എവിടെയെങ്കിലുമൊക്കെ കോൺഗ്രസ് ഉണ്ടായിരുന്നു? നിങ്ങൾ എത്ര സ്ഥലത്തുണ്ടായിരുന്നു? നിങ്ങൾ പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട MP-മാരുടെ കൂട്ടത്തിൽ കോഴിക്കോട് MP ഒരിക്കൽ പെട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ നിരവധി വട്ടം അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടത് നിങ്ങൾ പറഞ്ഞില്ല. ഒരിക്കൽ സസ്പെൻഡ് ചെയ്യപ്പെടാതെ പോകുന്നത് നിങ്ങൾ എടുത്തു പറയുന്നു. ഏറ്റവും കൂടുതൽ MP-മാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് കോൺഗ്രസിന്റെ അല്ലേ? ഏറ്റവും അധികം പ്രാവശ്യം സസ്പെൻഡ് ചെയ്യപ്പെട്ട MP-മാർ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാരല്ലേ? ഇവിടെയൊക്കെ നിങ്ങളുടെ ആരിഫ് എന്ന് പറഞ്ഞ MP-യുടെ സാന്നിധ്യം എവിടെയായിരുന്നു? ഈ ഏറ്റവും അവസാനം സസ്പെൻഷൻ നേരിടുന്ന സാഹചര്യത്തിൽ പോലും പ്രതിപക്ഷ മുന്നണിയിലെ മുഴുവൻ നേതാക്കന്മാരും സസ്പെൻഷനിലേക്ക് പോകുന്ന 150ഓളം MP-മാർ ഒരു സമ്മേളന കാലത്ത് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പോലും ആലപ്പുഴയിലെ കനൽത്തരി ഓലപ്പീപ്പി മൂതിക്കൊണ്ട് പാർക്കിൽ കാർ ഓടിച്ച് കളിക്കുകയല്ലേ ചെയ്ത്. അപ്പൊ നിങ്ങൾ ഇതൊന്നും നമ്മളെ കൊണ്ട് പറയുന്നത് സമയം ഉണ്ട്. ഞാൻ അതില്ലെന്ന് പറഞ്ഞില്ലല്ലോ. LDF-ന്റെ MP-മാരും അവിടെ രാജ്യസഭയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. UDF-ന്റെ MP-മാരാണ് അതിൽ കൂടുതൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. ഇതിൽ ഒരു ഭാഗം മാത്രം കാണുമ്പോൾ മറുഭാഗം കാണാതിരിക്കുന്ന മോശപ്പെട്ട പ്രവണത, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ പ്രത്യേകം താങ്കൾ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, രാജ്യസഭയിലെ കാര്യം കൂടി താങ്കൾ എടുത്തു പറഞ്ഞു. അപ്പൊ ലോക്സഭയിലുള്ള ആ ഒരു MP-യെ കുറിച്ച് താങ്കൾ എന്തുകൊണ്ട് പരാമർശിക്കാതെ പോയി എന്ന് താങ്കൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഇനി രണ്ടാമത് താങ്കൾ പറഞ്ഞ ആർഗ്യുമെന്റ് ആനി രാജ ദേശീയ നേതാവാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു ദേശീയ നേതാവ്, നിഷാദ് അത് കൃത്യമായിട്ട് ചോദിച്ചു, അദ്ദേഹം മറുപടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഇന്ത്യ മുന്നണിയിലെ ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ നേതാവായിട്ടുള്ള ആനി രാജയ്ക്ക് ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത വയനാട്ടിലാണോ നിങ്ങൾ സീറ്റ് കൊടുക്കുന്നത്? എങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള CPM-ന്റെ ഒരു സീറ്റ് വെച്ച് നീട്ടണ്ടേ? ഇത്രയും ദേശീയ പ്രാധാന്യമുള്ള മണിപ്പൂരിൽ സന്ദർശിച്ച ആനി രാജ എന്ന് പറഞ്ഞ നേതാവിനെ സംരക്ഷിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് കൊടുത്തു വിടണമെങ്കിൽ, ഇന്ത്യൻ പാർലമെന്റിൽ അവരുടെ ശബ്ദം ഉയർന്ന് കേൾക്കണമെന്ന് നിങ്ങൾക്ക് അത്ര അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ CPM-ന്റെ ഒരു ജയിക്കാൻ സാധ്യതയുള്ള, ഇതിനു മുമ്പ് ജയിച്ചിട്ടുള്ള ഒരു സീറ്റ് കൊടുത്ത് അങ്ങനെയല്ലേ നിങ്ങൾ സംരക്ഷിക്കേണ്ടത്? അല്ല, അതിപ്പോ രാഹുൽ ഗാന്ധിയോട് മത്സരിക്കാൻ വരുന്ന ആന്റിസിപ്പേറ്റ് പ്രഖ്യാപിക്കുന്ന സീറ്റല്ലേ ജിൻഡോ? അതല്ലേ നമുക്ക് യാഥാർത്ഥ്യം അറിയാലോ. അല്ല നിഷാദെ, അങ്ങനെ അതിന് പറയല്ലേ. രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ദേശീയ നേതാവ്, അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു പാർട്ടിക്കെതിരെ മത്സരിക്കരുതെന്ന് പറയുന്ന ആർഗ്യുമെന്റ് മുഖവിലക്കെടുക്കണമെങ്കിൽ അതേ നിലവാരത്തിൽ തന്നെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരു ദേശീയ നേതാവ്, ദേശീയ പാർട്ടിയുടെ ദേശീയ നേതാവ് തന്നെ, ദേശീയ മുഖമായിട്ടുള്ള ആനി രാജയെ മത്സരിപ്പിക്കുന്നതിന് പിന്നെ അതേ മാർഗത്തിൽ നമ്മൾ അംഗീകരിക്കുന്നത് എങ്ങനെയാ? അപ്പൊ രണ്ടും കൂടി പാടില്ല, ഏതെങ്കിലും ഒരു പക്ഷപാടുള്ളൂ. ഇനി ഞാൻ അതവിടെ നിർത്തുകയാണ്. പക്ഷെ നിങ്ങൾ പറയുന്ന രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നതുകൊണ്ട് പ്രത്യേക ചലനം ഉണ്ടാകില്ല എന്നൊന്നും നിങ്ങൾ പറയരുത്. ജിൻഡോ, രാഹുൽ ഗാന്ധി വിജയസാധ്യതയെക്കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ഇതിനൊരു ചെറിയ കൗണ്ടർ കേട്ടിക്ക് പറയാനുണ്ട്. ജിൻഡോവിന് കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളും അങ്ങനെ കുത്തകയൊന്നുമല്ല. ഇന്നത്തെ വയനാട് നിയോജക മണ്ഡലത്തിൻ്റെ മണ്ഡലങ്ങൾ ഉൾപ്പെട്ട, അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെട്ട മഞ്ചേരി ലോക്സഭാ മണ്ഡലം അട്ടിമറിച്ച TK ഹംസ ജയിച്ചത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്താണ്, ഒരു എതിരാളിയില്ല എന്ന് വിശ്വസിച്ച കുറ്റിപ്പുറം അസംബ്ലി നിയോജക മണ്ഡലം അട്ടിമറിച്ച ജലീൽ കേരള നിയമസഭയിലെത്തിയത്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ എന്താണ് കോൺഗ്രസിൻ്റെ കുത്തക എന്നും പറഞ്ഞ് ഒരു മണ്ഡലവുമില്ല, മുസ്ലിം ലീഗിൻ്റെ കുത്തക എന്ന് പറഞ്ഞ് ഒരു മണ്ഡലവുമില്ല. എല്ലാ കുത്തകളും തകർത്ത നിയമസഭാ ചരിത്രവും ലോകസഭാ ചരിത്രവും കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് വയനാട് നിങ്ങളെ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിച്ചോ, പക്ഷെ അത് നിങ്ങളെ കുത്തകയാണെന്നും പറയണ്ട. തീർച്ചയായിട്ടും ആനി രാജ ഈ പ്രാവശ്യം ജയിക്കാനാണ് മത്സരിക്കുന്നത്. ജിൻഡു വെറുതെ അല്ല മത്സരിക്കുന്നത്, കാര്യങ്ങളൊക്കെ മാറുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഈ രാഹുൽ ഗാന്ധിക്ക് സീറ്റ് അന്വേഷിച്ച് നടക്കുമ്പോൾ എന്താണ് ഈ പാലത്തിനടിയിലൂടെ വെള്ളം ഒഴുകുകയാണ് ജിൻഡു. കേരള രാഷ്ട്രീയത്തിൽ സാമൂഹ്യ വിഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം UDF-ന് അനുകൂലമല്ല. 23 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം എൻ്റെയും ജിൻഡോവിൻ്റെയും മുമ്പിലുണ്ടല്ലോ. BJP അവരുടെ വലിയ സ്വാധീന മേഖലയായി കണ്ട വാർഡുകളിൽ പോലും ഇടതുപക്ഷം ജയിച്ചു കയറുക. നിങ്ങൾ സർവ്വ കുത്തിത്തിരിപ്പും നുണപ്രചരണമൊക്കെ നടത്തിയിട്ടും ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് കേരളത്തിലെ ജനത. അതുകൊണ്ട് വയനാട്ടിലെ തോൽക്കാൻ സാധ്യതയുള്ള സീറ്റിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു വാനി രാജ എന്ന് പറയണ്ട. വയനാട് നിങ്ങൾക്ക് അങ്ങനെ തീർന്നു തന്നിട്ടില്ല എന്നാണ്. ശരി ജിൻഡോ, താങ്കളുടെ പോയിന്റ് തുടരാം.
അല്ല നിഷാദെ, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തോട് വാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ വാദങ്ങൾ എത്രത്തോളം എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് ഈ ചർച്ച കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഈ രാജ്യത്ത് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും തോൽക്കാൻ വേണ്ടി മത്സരിക്കുന്നില്ല കെ.ടി. കുഞ്ഞിക്കണ്ണൻ. ഒരു സ്ഥാനാർത്ഥിയും, പ്രത്യേകിച്ച് ഒരു മുന്നണി സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് മത്സരിക്കുന്ന മുഴുവൻ ആളുകളും ജയിക്കാൻ വേണ്ടി തന്നെയല്ലേ. ഏതെങ്കിലും സ്ഥാനാർത്ഥി ഞാൻ തോൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാറുണ്ടോ? അങ്ങനെ വിചാരിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ യാഥാർത്ഥ്യം വേറെയാണ്. അപ്പൊ അവിടെ നിൽക്കട്ടെ. പിന്നെ നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനും തൊട്ട് മുമ്പ് നടന്ന റിസൾട്ടിൽ UDF ഒരുപാട് സീറ്റ് പിടിച്ചെടുത്തല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ട്രെൻഡാക്കി എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ ഈ പഞ്ചായത്തിൽ 23 പഞ്ചായത്ത് വാർഡുകളിൽ നടന്ന തെരഞ്ഞെടുപ്പ്, അവിടുത്തെ പ്രാദേശിക വികാരങ്ങൾ, പ്രാദേശികമായിട്ടുള്ള സന്തുലിതാവസ്ഥ, അങ്ങനെ പല കാരണങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടർ ഭരണം കിട്ടിയത് നിങ്ങൾക്കല്ലേ? അപ്പോൾ ഈ കേരളത്തിലെ 20 സീറ്റും നിങ്ങൾ ജയിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പിന്നെ നിങ്ങൾ അട്ടിമറി വിജയം എഴുതിയതിന്റെ ചരിത്രം പറഞ്ഞാൽ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യ ഒട്ടാകെ കോൺഗ്രസ് വിരുദ്ധ തരംഗമുണ്ടായപ്പോഴും 20 പാർലമെന്റ് സീറ്റും 111 നിയമസഭാ സീറ്റും പിടിച്ച് കെ കരുണാകരൻ ഇവിടെ തുടർഭരണം കൊണ്ടിട്ടുണ്ട് ഇല്ലേ? അപ്പൊ നിങ്ങൾ അങ്ങനെ ചരിത്രത്തെ കുറിച്ചൊന്നും പറയണ്ട. ഈ കേരളത്തിലെ വോട്ടർമാർക്ക് കൃത്യമായിട്ട് അറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ. ഞാൻ ആ തർക്കം അവിടെ വിടുകയാണ്. ഇനി രണ്ടാമത്തത്, BJPയുടെ പ്രതിനിധി പറഞ്ഞു രാഹുൽ ഗാന്ധി എവിടെ മത്സരിച്ചാലും ചലനം ഉണ്ടാക്കില്ല എന്ന്. ആയിക്കോട്ടെ, നിങ്ങളുടെ വാദം അങ്ങനെ തന്നെ. പക്ഷെ രാഹുൽ ഗാന്ധി എവിടെ മത്സരിച്ചാലും ചലനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഹാക്കിംഗ് ഒന്നും നടന്നില്ലെങ്കിൽ, കൃത്രിമമൊന്നും നടന്നില്ലെങ്കിൽ ഇന്ത്യയിലെ പൊതുജനങ്ങൾ തീരുമാനിക്കും എവിടെ ചലനം ഉണ്ടാകും, എങ്ങനെ ചലനം ഉണ്ടാകും എന്ന്. ഇനി രണ്ടാമത് നിങ്ങൾ പറയുന്ന 3 സീറ്റ്, മുസ്ലിം പ്രാതിനിധ്യം കൂടുതലുള്ള 3 സീറ്റ് എണ്ണി പറയുക. എത്രത്തോളം വികൃതമായ മനസ്സാണ് നിങ്ങളുടെയൊക്കെ. നിങ്ങൾ ഒരു പൊതു ചർച്ചയിൽ ഇരുന്നു കൊണ്ട് പറയാണ് കേരളത്തിൽ 3 സീറ്റാണ് UDFന് ഏറ്റവും കരുത്തുറ്റ സീറ്റ് എന്ന്. അപ്പൊ ചാലക്കുടി ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അങ്ങനെയൊന്നും വികൃതമായിട്ട് നമ്മൾ കാണരുത്. മുസ്ലിങ്ങൾ കൂടുതലുള്ള ഒരു സ്ഥലത്ത് രാഹുൽ ഗാന്ധി മത്സരിച്ചുകൊണ്ടാണ് ജയിച്ചതെന്ന് നിങ്ങൾ പറയല്ലേ? ചാലക്കുടി പാർലമെന്റിൽ, എറണാകുളം പാർലമെന്റിൽ, ഈ കേരളത്തിൽ ഏത് സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാലും ജയിക്കുന്ന സാഹചര്യമുണ്ട്, ഉയർന്ന ഭൂരിപക്ഷം കിട്ടും. അവിടെ മത്സരിക്കുന്ന സീറ്റിൽ മുസ്ലിങ്ങൾ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഇത്ര വിഷമം? ഈ മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ? അവർ കൂടുതലുള്ള പ്രദേശമായിക്കോട്ടെ, കുറഞ്ഞ പ്രദേശമായിക്കോട്ടെ, ഇവിടുത്തെ ന്യൂനപക്ഷക്കാര് ഈ രാജ്യത്തെ ടാക്സ് ചെയ്യുന്ന പണമല്ലേ? മുസ്ലിം ലീഗ് അല്ല, പ്രിന്റ് അതിനകത്ത് പറഞ്ഞത് മുസ്ലിങ്ങൾ എന്ന നിലക്കല്ല. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ കെട്ടുറപ്പിനെ പ്രയോജനപ്പെടുത്തിയേ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയൂ. അല്ലാത്തയിടത്തൊക്കെ നിങ്ങൾ തൃശങ്കുവിലാണെന്നുള്ളതാണ് പ്രിന്റുവിന്റെ പോയിന്റ്. അത് തെറ്റാണെന്ന് താങ്കൾക്ക് കുറച്ച് പരിശോധിച്ചാൽ മതി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ചാലക്കുടി പാർലമെന്റ് മത്സരിച്ചിരുന്നെങ്കിൽ റിസൾട്ട് എന്താകുമായിരുന്നു? ബെന്നി ബെഹനാന് കിട്ടിയതിനേക്കാൾ വലിയ തരംഗം ഉണ്ടാകുമായിരുന്നു. എറണാകുളം പാർലമെന്റ് മത്സരിച്ചിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ജയിക്കില്ലായിരുന്നോ? ഈ കേരളത്തിൽ ഏത് പാർലമെന്റ് സീറ്റിൽ മത്സരിച്ചാലും ചാലക്കുടിയിൽ നിങ്ങൾ തോറ്റുപോയ പാരമ്പര്യമുള്ള സ്ഥലമാണ്. നിങ്ങളുടെ സ്ഥലമല്ലാതെ ഇത്തവണ ചാലക്കുടി മത്സരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ അതൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ജയിക്കാൻ പറ്റാത്ത ഒരു സീറ്റും കേരളത്തിലില്ല. അവിടെ മുസ്ലിങ്ങൾ ഉള്ളത് കൊണ്ടോ, ക്രിസ്ത്യാനികൾ ഉള്ളത് കൊണ്ടോ, ഹിന്ദുക്കൾ ഉള്ളത് കൊണ്ടോ, മറ്റേതെങ്കിലും വിശ്വാസത്തിൽ പെട്ടവരോ പെടാത്തവരോ ഉള്ളത് കൊണ്ടല്ല. അങ്ങനെ ഒന്നും പറഞ്ഞ് അതിനെ ജനറലൈസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞ് ലീഗിന്റെ കോട്ടയിൽ പോയി ഒളിവ് സങ്കേതം നേടിയൊന്നും പറയല്ലേ. ഇനി അടുത്തത് ഒരു കാര്യം കൂടി പറയട്ടെ. വയനാട് MP പരമ പരാജയമാണെന്ന് BJPയുടെ പ്രതിനിധി എല്ലാം പറയണ്ടേ? അല്ല, വയനാട് ഞാൻ പൂർത്തിയാക്കട്ടെ. വയനാട് MP പരമ പരാജയമാണെന്ന് താങ്കൾ പറഞ്ഞു. അത് താങ്കൾ BJPക്കാരിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വയനാട്ടിലെ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകളും വോട്ട് ചെയ്യാതിരുന്ന ആളുകളും ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളോട് താങ്കൾ ചോദിക്കണം. താങ്കൾ ഒരു വയനാട്ടുകാരനോട് ചോദിക്കേണ്ട, താങ്കൾ മനുഷ്യരോട് ചോദിക്കും. സംഘപരിവാറുകാരോട് ചോദിക്കാതെ രാഹുൽ ഗാന്ധി പരാജയമായിരുന്നോ വിജയമായിരുന്നോ എന്ന് മനുഷ്യന്മാരോട് ചോദിക്കും. സംഘപരിവാർ മനസ്സുള്ളവരോടല്ല. അങ്ങനെ ചോദിച്ചിട്ട് താങ്കൾ ഒരു അവലോകനം നടത്തുക. പിന്നെ ജയിച്ചിടത്ത് തോൽക്കുന്നത് ഒരു മോശപ്പെട്ട പ്രവണതയാണെങ്കിൽ, നേമത്ത് നിങ്ങളുടെ രാജഗോപാൽ ജയിച്ചല്ലോ. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള BJPയുടെ നേതാവ് ജയിച്ചില്ലേ നിയമസഭയിലേക്ക്? പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റില്ലേ? അതുകൊണ്ട് രാജഗോപാൽ എന്ന് പറഞ്ഞ നേതാവ് വളരെ മോശപ്പെട്ട ആളായതുകൊണ്ടാണോ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത്? അപ്പൊ ജയിച്ചെടുത്ത് തോൽക്കുന്നത് ഒരു മോശപ്പെട്ട പ്രവണതയാണെങ്കിൽ അത് അദ്ദേഹത്തോട് കൂടി ഒന്ന് ഉപദേശം ചോദിച്ചിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ശരി. അപ്പൊ രാഹുൽ ഗാന്ധി ഇനി ഇപ്പോൾ കേരളത്തിൽ ഇല്ല എങ്കിൽ കൂടിയും കേരളത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ്? അതിൽ ആരാണ് ഇത്തവണ അത് എൻകാഷ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദ്യമാണ്. ജിൻഡോ ജോൺ, ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ സാഹചര്യം എടുക്കാം. രാഹുൽ ഗാന്ധി വന്നത് ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആയിരുന്നു നിങ്ങൾക്ക്. പക്ഷെ അതിനപ്പുറം കോൺഗ്രസ് ഒരു വലിയ കക്ഷിയാകണമെന്നും കോൺഗ്രസിന് മോദിയോട് മുട്ടാൻ ശേഷിയുണ്ടെന്നും കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കുമെന്നും കോൺഗ്രസ് മതനിരപേക്ഷമായ പൊസിഷൻ എടുക്കുമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൺസോൾട്ടേഷൻ നിങ്ങളെ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട്. ഇത്തവണ നിങ്ങൾക്ക് അങ്ങനത്തെ അനുകൂല സാഹചര്യം ഉണ്ടോ? കാരണം ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ എക്സ്ട്രീമിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ വഴി ഏതൊക്കെയാണ്? അത് രാമക്ഷേത്രത്തിൻ്റെതാണ്, അത് ഗ്യാൻവാപ്പി മസ്ജിദിൻ്റെതാണ്, കശ്മീരിൻ്റെതാണ്. അങ്ങനെ പലതരത്തിലുള്ള വഴികളിലൂടെയാണ് അവർ ഹിന്ദുത്വത്തിൻ്റെ അങ്ങേ അറ്റത്തേക്ക് പോകുന്നത്. അവിടെ ഒന്നും ഒരു പൊസിഷൻ പറയാൻ കഴിയുന്നില്ലല്ലോ നിങ്ങളുടെ കോൺഗ്രസ്സിന്. നിങ്ങൾക്ക് രാമക്ഷേത്ര വിഷയത്തിൽ ഒരു മതനിരപേക്ഷ പൊസിഷൻ ഇല്ല. നിങ്ങൾക്ക് ഗ്യാൻവാപ്പി പള്ളി ഒന്ന് പൊളിക്കുന്ന കാണട്ടെ എന്ന് പറയാനുള്ള ധൈര്യമില്ല.
മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടിക്ക് ഇന്നത്തെ സവിശേഷ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യത്താകമാനം മുസ്ലിം റെപ്രസെൻറ്റേഷൻ സഭയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരൊരു സീറ്റ് അധികം ചോദിച്ചാൽ കൊടുക്കാൻ നിങ്ങൾക്ക് BJPയുടെ പ്രപ്പകൻ്റെ പേടിയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മതനിരപേക്ഷ മനസ്സിനെ നിരാശപ്പെടുത്തുന്ന ഒരു പൊസിഷനിൽ നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ കേരളത്തിൽ? ഞങ്ങൾക്ക് അതിലൊരു സംശയമില്ല നിഷാദെ. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെയും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സമരങ്ങൾക്ക്, സമരം എന്ന് പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന സമരങ്ങളല്ല, സാമൂഹിക ഒരു സെക്കൻഡ്, താങ്കളുടെ ഓഡിയോ ഞാനിവിടെ കേൾക്കുന്നില്ല. ഒരു മാറ്റം കൂടി വേണം. ഇപ്പൊ രാഹുൽ ഗാന്ധി നടത്തുന്ന ഓക്കെ ഫൈൻ, തുടരും. ഇപ്പൊ രാഹുൽ ഗാന്ധി നടത്തുന്ന ന്യായ് യാത്ര അല്ലെങ്കിൽ ഭാരത് ജോഡോ യാത്ര, ഇതൊക്കെ കുറെ സാമൂഹ്യ പരിഷ്കരണത്തിന്റെ കൂടി സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടാകേണ്ട കാലഘട്ടമാണ് ഇപ്പോൾ. കേവലം ഇലക്ട്രൽ പൊളിറ്റിക്സിന് അപ്പുറത്ത് മനുഷ്യർ കുറെ കൂടി മനുഷ്യത്വപരമായിട്ട് മനസാക്ഷിയോടുകൂടി പെരുമാറേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ട്. നമ്മൾ ജാതിക്കും മതത്തിനും വർഗത്തിനും അതീതമായിട്ട് ആളുകളെ കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് കോൺഗ്രസിന് അല്ലാതെ ഈ രാജ്യത്ത് വേറെ ആർക്കാ പറ്റുക? BJP ഇതര വേറൊരു ഓൾട്ടർനേറ്റീവ് പറഞ്ഞ നിഷാദെ, ഇന്ത്യ എമ്പാടും എല്ലാ ബൂത്തിലും BJPക്ക് ഇതരമായിട്ടൊരു ഓൾട്ടർനേറ്റീവായിട്ട് പറയാൻ ആരെങ്കിലും ഉണ്ടോ? കോൺഗ്രസ് അല്ലാതെ. അപ്പൊ കോൺഗ്രസിനെ ഇത് സാധിക്കുകയുള്ളൂ, കോൺഗ്രസിലൂടെ സാധിക്കുകയുള്ളൂ. കോൺഗ്രസിന്റെ ഉത്ഭവകാലം തൊട്ട് വിവിധ ചിന്തകളിൽപ്പെട്ട ആളുകൾ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുണ്ടിരുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വിശ്വാസ സംഹിതകളെയൊക്കെ ഉയർത്തിപ്പിടിക്കാൻ ഉതകുന്നതാണ്. അതിൽ പല ആളുകളും പല അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലായിടത്തും ബൂത്ത് കമ്മിറ്റിയുള്ള ഒരു പാർട്ടി കോൺഗ്രസ് അല്ലേ, കോൺഗ്രസിനെ ജയിപ്പിച്ചിട്ടുള്ള കാര്യമുള്ളൂ എന്നൊക്കെ നിങ്ങൾ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞാണ്. അത് ആ നിലയ്ക്ക് ഫലം കണ്ടിട്ടില്ല എന്നാണ് ഇവിടുത്തെ വോട്ടർമാരുടെ അനുഭവം. ഇനി പുതിയ പരീക്ഷണങ്ങളാവാം എന്ന് ജനം ചിന്തിച്ചു തുടങ്ങിയിട്ടില്ലേ? സഖ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം, എല്ലാവരും അവരവരുടെ പണിയെടുക്കട്ടെ, സഖ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അവിടെ ആളുകൾ സഖ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും പാർട്ടിയിലേക്കല്ല ഊന്നുക, അതിനകത്ത് ഏറ്റവും സ്ട്രോങ് പൊസിഷനിൽ നിൽക്കാൻ കഴിയുന്ന ആർക്കാണ് എന്ന് നോക്കില്ലേ? അങ്ങനെ നോക്കുമ്പോൾ ആളുകൾക്ക് ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം ഒരു റെഫറൻസ് ആണ്. നിങ്ങളുടെ പ്രസംഗം ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. ഇന്ത്യയിൽ നേരിടുന്ന ഏറ്റവും കാതലായ പ്രശ്നങ്ങളിൽ പൊസിഷൻ എടുക്കാൻ കഴിയാതെ ഉരുണ്ട് കളിക്കുന്ന ഒരു പാർട്ടിയാണ് സത്യത്തിൽ കോൺഗ്രസ് എന്ന് വോട്ടർമാർ ചിന്തിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വോട്ടർമാർ ചിന്തിക്കില്ല നിഷാദെ. ഒരേ ഒരു ഉദാഹരണം പറയും, ഒറ്റ ഉദാഹരണം മാത്രമേ പറയുന്നുള്ളൂ. TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പോയ വണ്ടിയുമേ മാഷായുള്ള സ്റ്റിക്കർ ഒട്ടിക്കാൻ കാരണം എന്താ? കൊന്നു കഴിഞ്ഞിട്ട് മത തീവ്രവാദികളാണ് ചെയ്തതെന്ന് പാർട്ടി ചാനലും പാർട്ടി പത്രവും പറയുകയും പാർട്ടി സെക്രട്ടറി പ്രസംഗിക്കുകയും ചെയ്തത് എന്താ? കൃത്യമായിട്ടുള്ള RSSന്റെ വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം കേരളത്തിലും പയറ്റുന്നത് ആരാണെന്ന് നമുക്കറിയാലോ. ഞാൻ പാർട്ടി ഒന്നും പറയുന്നില്ല, ഇത്തരം ഡിവിസീവ് ചൊവ്വയുള്ള സംഗതികളെ കുറിച്ച് ചോദിക്കേണ്ടതുമാണ്, തർക്കമില്ല. ഞാൻ ചോദിക്കുന്ന ഒരു നാഷണൽ പെർസ്പെക്റ്റീവിൽ പൊളിറ്റിക്കലാണ്. നാഷണൽ പെർസ്പെക്റ്റീവിൽ അവർ ചിന്തിക്കുക, മോദിയോട് മുട്ടാൻ, ഉപാധികളില്ലാതെ മോദിയോട് മുട്ടാൻ, മോദിയോട് ചോദിക്കാൻ, നിങ്ങൾ ഈ ചെയ്യുന്നത് മതത്തിന്റെ പേരിലുള്ള കച്ചവടമാണെന്ന് സമ്മതിക്കില്ല എന്ന് പറയാൻ കോൺഗ്രസ്സുകാർക്ക് പറ്റിയിട്ടില്ലല്ലോ. സഭയ്ക്കകത്ത് പറ്റുന്നവരെ ഓപ്റ്റ് ചെയ്യാമെന്ന് ജനം ചിന്തിക്കുമോ എന്നാണ് ചോദ്യം. എന്താ സംശയം നിഷാദെ? മോദിയോട് എതിർത്തതിന്റെ പേരിലല്ലേ കോൺഗ്രസിന്റെ MP മാർ കഴിഞ്ഞ 5 വർഷത്തെ പാർലമെന്ററി ചരിത്രം എടുത്താൽ ഏറ്റവും കൂടുതൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടതാരാ? കോൺഗ്രസിന്റെ MP മാരാ. പ്രത്യേകിച്ച് കേരളത്തിൽ നിങ്ങൾ ബാബരി മസ്ജിദ് പൊളിച്ചിട്ടാണ് രാമക്ഷേത്രം ഉണ്ടാക്കിയത്, അത് ഗവൺമെന്റ് ചെലവിൽ ആഘോഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ സസ്പെൻഷൻ കിട്ടിയവരല്ല നിങ്ങൾ. കശ്മീരിന്റെ ആർട്ടിക്കിൾ 370 അതിന്മേൽ നിലപാട് പറഞ്ഞിട്ട് സസ്പെൻഷൻ കിട്ടിയവരല്ല നിങ്ങൾ. ഗ്യാൻ ബാബി മസ്ജിദിൽ ഈ നടത്തുന്ന ഏർപ്പാട് നടക്കില്ല, ഇവിടെ ആരാധനാലയ നിയമമുണ്ട് എന്ന് പറഞ്ഞിട്ട് സസ്പെൻഷൻ കിട്ടിയവരല്ല നിങ്ങൾ. ജനം അത് ആലോചിക്കില്ലെന്നല്ലേ ചോദ്യം? അല്ല നിഷാദെ, അപ്പൊ കോൺഗ്രസിന്റെ MP മാർക്ക് പിന്നെ എന്തിന്റെ പേരിലാണ് സസ്പെൻഷൻ കിട്ടിയത് ഇത്രയും കാലം, ഇത്രയും പ്രാവശ്യം? അവസാനം ഏറ്റവും കൂടുതൽ പേർക്ക് കിട്ടിയതാണ് പാർലമെന്റിലെ സെക്യൂരിറ്റി ബ്രീച്ചുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രശ്നത്തിന് അതിന് വിശാലമായ ഒരു നമ്മളൊരു വിശാലമായ ഒരു ക്യാൻവാസിൽ കാണേണ്ട ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ BJPക്ക് അനുകൂലമായിട്ട് നിറങ്ങൾ ചാലിച്ചു കൊടുക്കാനുള്ള സാഹചര്യമായിട്ട് നമ്മുടെ ഒരു വാക്ക് പോലും പ്രയോഗിക്കപ്പെടാൻ പാടില്ല. മറ്റൊരാൾക്കും BJPക്കാരനോ ഒരു സംഘപരിവാറുകാരനോ ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മുടെ ഒരു വാക്ക് പോലും വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രാഹുൽ ഗാന്ധി ജോൺ ബ്രിട്ടാസിന്റെ ഒരു പ്രസംഗം വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ മികച്ച നേതാവാണ് നരേന്ദ്രമോദിയെ എതിർക്കാൻ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന, അതെങ്ങനെയാണ് നമ്മൾക്ക് പറയാൻ പറ്റുക? രാഹുൽ ഗാന്ധി ഈ രാജ്യം മുഴുവൻ ഇറങ്ങി നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിനേക്കാൾ അപ്പുറം ഈ രാജ്യത്തെ മനുഷ്യരുടെ ഇടയ്ക്ക് ഒരു മാറ്റം വരണ്ടേ?
ആളുകൾക്കിടയ്ക്കുള്ള ഒരു യോജിപ്പ് വരണ്ടേ? ജാതിക്കും മതത്തിനും അതീതമായിട്ട് മനുഷ്യർ തമ്മിൽ ഒരു യോജിപ്പ് വരണ്ടേ? എന്നാലല്ലേ ഈ രാജ്യത്ത് മതേതരത്വമൊക്കെ വിജയിക്കാൻ പറ്റുള്ളൂ. കേവലം തെരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറം വിജയങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ രാജ്യത്തെ മതനിരപേക്ഷ മനസ്സിനെ വീണ്ടും തുന്നിച്ചേർക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി വലിയ എഫേർട്ട് എടുക്കുന്ന ഒരാളാണ്. അയാൾ നടന്നുകൊണ്ടേയിരിക്കുന്നു, ജനങ്ങളോട് സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു ലോങ് ടൈം പ്ലാനുള്ള ആളാണ് എന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം കുറച്ചുകൂടി ആ നിലയ്ക്ക് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനായിട്ട് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ആളുകൾ വകവയ്ക്കാൻ പോകുന്ന ഒരു പോയിന്റ് അല്ലേ? അതിലേക്ക് ഞാൻ വരാം നിഷാദ്. ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇത്തരം രാഷ്ട്രീയ ചർച്ചകൾ ഗൗരവാവഹമായ ഒരു സമീപനം സ്വീകരിക്കാൻ അവർ ഒരു കാരണവശാലും തയ്യാറാവില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് മൃദുഹിന്ദുത്വമുണ്ട്. ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധം, അത് നമ്മൾ വേറൊരു പ്രോബ്ലം എടുത്ത് ഇനിയും നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ വിഷയം എന്താണ്? ഗാന്ധിയെ കൊന്ന RSSകാർക്ക്, ആ പ്രസ്ഥാനം ആണ് ഗാന്ധിയെ കൊന്നത് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ആഭ്യന്തര വകുപ്പ് RSSനെ നിരോധിച്ചത്. ജിൻഡോ ജോൺ നിഷേധിക്കില്ലല്ലോ. ആ RSSന് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ പാടില്ലെന്ന് 1942 ഗാന്ധി വധത്തിന് ശേഷം ചേർന്ന AICCയുടെ വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ചല്ലേ? നെഹ്റു ഒരു വിദേശ സന്ദർശനത്തിന് പോയ ഒരവസരം നോക്കിയല്ലേ ജിൻഡോ ജോൺ RSSന് മെമ്പർഷിപ്പ് കോൺഗ്രസിൽ കൊടുക്കാൻ പാടില്ല, ദയാംഗത്വം പാടില്ല എന്ന തീരുമാനം നിങ്ങൾ റദ്ദ് ചെയ്ത് RSSകാർക്ക്, ഹിന്ദു മഹാസഭയ്ക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കാമെന്ന് തീരുമാനിച്ചത്? നെഹ്റുവിനെ പോലുള്ള ആളുകളുടെ അപ്രമാദിത്വത്തെപ്പോലും ധിക്കരിക്കാനുള്ള ഹിന്ദുത്വ സ്വാധീനം, ബ്രാഹ്മണിക്കൽ സ്വാധീനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഈ ദത്താത്രേയ ബ്രാഹ്മണനാണ് ഞാനെന്ന് പറയുന്ന ഒരു ജോഡോ യാത്ര നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാഹുൽ ഗാന്ധി ഈ ഭോപ്പാലിലെത്തിയപ്പോൾ എന്താണ് നമ്മളിവിടെ ഇതിലൂടെയൊക്കെ കടന്ന് കർണാടകയിലേക്ക് എത്തുമ്പോഴെന്താണ് ഏത് മട സന്ദർശിക്കാത്തത്? എവിടെയാ ഭസ്മം പൂശാത്തത്? എവിടെയാ ചന്ദനം പൂശാത്തത്? ചന്ദനവും ഭസ്മവും ഒക്കെ ഭക്തിയുള്ള ആൾക്കാർ പൂശുന്നതിന് നമ്മളാരും എതിരല്ല. അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള അനുഷ്ഠാനപരതയാണ്. ആ അർത്ഥത്തിലൊരു പ്രശ്നവുമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി അങ്ങനെയില്ലല്ലോ. ഞാനിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന രാഹുലിൻ്റെ ചിത്രമുണ്ട്, ഈ ടീഷർട്ടിട്ടുള്ള അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരനല്ലേ രാഹുൽ ഗാന്ധി ഈ ഭോപ്പാലിലെത്തിയപ്പോൾ ഭോപ്പാലിലെ ദത്താത്രേയ സ്വാമിയുടെ മഠത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ ദത്താത്രേയ ബ്രാഹ്മണനാണ്. ഇതാണ് ജോഡോ യാത്ര. ഹിന്ദു സൈക്കിനെ സ്വാധീനിക്കാൻ രാഹുൽ ഗാന്ധി നടന്ന ശ്രമം നമുക്ക് മനസ്സിലാക്കാം. അത് ഭൂരിപക്ഷ മതമാണ്, മതവിശ്വാസം അവരെ സ്വാധീനിക്കട്ടെ. പക്ഷേ ഹിന്ദുത്വത്തിൻ്റെ അജണ്ടയിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം പണിതതിൽ നിലപാടുണ്ടോ? ഈ ചർച്ചയിൽ താങ്കൾ കൃത്യമായിട്ട് പറ. നിലപാടുണ്ടോ നിങ്ങൾക്ക്? ഗ്യാംബാബി മസ്ജിദ് ഇതാ ഇപ്പോൾ അവിടെ പൊളിച്ചിട്ട് അവിടെ കാശി വിശ്വനാഥന് ക്ഷേത്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് RSS വലിയ ഭൂമുണ്ടാക്കുകയാണ്. ഈ കാശി വിശ്വനാഥ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലമല്ല, അതിനെ തൊട്ടടുത്തുള്ള പള്ളിയാണ്, ഗ്യാംബാബി മസ്ജിദാണ് യഥാർത്ഥ ശിവക്ഷേത്രം എന്ന് ചരിത്രപരമായ ഗവേഷണം നടത്തി പ്രബന്ധം പ്രസിദ്ധീകരിച്ചത് ഏത് കാലത്താണെന്ന് ജിൻഡോ ജോൺ അറിയോ? ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഭാരതി വിദ്യാഭവനിൽ RC മജുംദാർ എഡിറ്ററാക്കി ഇന്ത്യയുടെ പൗരാണിക ചരിത്രം എഴുതാൻ, പ്രാചീന ചരിത്രം എഴുതാൻ ഉത്തരവാദപ്പെടുത്തിയത്. ആ പ്രാചീന ചരിത്രത്തിൻ്റെ അവസാന അധ്യായം, ചരിത്രത്തിലെ ചില വസ്തുതകൾ എന്ന് പറയുന്ന ആ അധ്യായത്തിൽ എഴുതി വെച്ചത് എന്താണെന്നറിയോ? 17-ാം നൂറ്റാണ്ടിൽ ഔറംഗസീബാണ് ഗ്യാംബാബി മസ്ജിദ് പൊളിച്ചതെന്ന ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. ഈ RC മജുംദാർ ആരാ? ദേശീയ ചരിത്രകാരനാണെന്ന് നമ്മൾ കോളേജിലും സ്കൂളൊക്കെ കുട്ടികളെ പഠിപ്പിക്കും. അയാൾ ആരാ? ഓർഗനൈസർ എന്ന് പറയുന്ന RSSൻ്റെ മുഖപത്രത്തിൽ സ്ഥിരമായി എഴുതിക്കൊണ്ടിരുന്ന കോളമിസ്റ്റാണ്. RSS എഴുത്തുകാരനാണ് RC മജുംദാർ. അയാളെ കൊണ്ട് ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലത്ത് കേന്ദ്ര സർക്കാർ ഫണ്ടും പേപ്പർ സബ്സിഡിയും കൊടുത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകമാണത്. അപ്പം നിങ്ങൾ ഇന്നിപ്പോൾ RSSകാർ പറയുന്നത് എന്താണ്? ഇന്ന് RSSകാർ പറയുന്നത് 17-ാം നൂറ്റാണ്ടിൽ ഔറംഗസീബ് തകർത്തത്. അതിന് ചരിത്രരേഖ ഉണ്ട്. എന്താ ചരിത്രരേഖ? RC മജുംദാർ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടാക്കിയ ഇന്ത്യയുടെ പൗരാണിക ചരിത്രത്തെയും ആധുനിക ചരിത്രത്തെയും കുറിച്ചുള്ള ചരിത്രകൃതികളാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളാണ് ഹിന്ദുത്വത്തെ ഇന്നത്തെ രീതിയിൽ വളർത്തിയത്. നെഹ്റുവിനെ പോലും ധിക്കരിച്ച് പള്ളിക്കകത്ത് രാമന്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ ഉറപ്പിച്ചു നിർത്തിയ TV പന്തിനെ പോലെയുള്ള ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്.
നിങ്ങൾ കുറെ കഥകൾ പറഞ്ഞല്ലോ. രണ്ട് കഥകളല്ല, ബി ജെ പിയെ ഇന്ത്യ ഭരിക്കുന്ന രീതിയിലേക്ക് പറയുന്നത്. ഈ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ രാഹുൽ ഗാന്ധി അമ്പലത്തിൽ പോകുന്നതോ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഒരു ഹിന്ദു മതവിശ്വാസിയാണ് എന്ന് പറഞ്ഞ് മതേതര വിശ്വാസി അല്ല എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഓരോ വിശ്വാസങ്ങളുണ്ട്. നിങ്ങളുടെ നേതാക്കന്മാരുടെ പേരിന്റെ വാലറ്റത്തുള്ള നമ്പൂതിരിയും നായരും മറ്റതും മറിച്ചതും ഒക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അത് മനസ്സിൽ അവശേഷിപ്പിച്ച നേതാക്കന്മാരാണ് നിങ്ങളുടെ സാത്വികാചാര്യന്മാർ. അതുകൊണ്ട് ജാതി സംവരണം വേണ്ട, നിങ്ങൾ അതുകൊണ്ടാണ് SC/ST റിസർവേഷൻ വേണ്ട, അവർക്ക് റിസർവേഷൻ കൊടുക്കേണ്ട സാമ്പത്തിക സംവരണം മതി എന്ന് പറഞ്ഞ ആരാ? EMS നമ്പൂതിരിപ്പാടല്ലേ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച ഒരു ധാരണയായിരിക്കുന്നു CPI വരാൻ പോകുന്ന നാളെ. നിങ്ങളുടെ പട്ടിക എവിടെ? ആകെ തൃശ്ശൂരിലെ മാത്രമേ സെറ്റായിട്ടുള്ളൂ. പ്രിന്റു കേൾക്കുന്നുണ്ടോ? തൃശ്ശൂർ ഒഴികെ ബാക്കി എല്ലായിടത്തും അനിശ്ചിതത്വം തുടരുകയാണോ? എവിടെയാണ് നിങ്ങളുടെ ഒരു അന്തിമ പട്ടിക? അങ്ങനെ അനിശ്ചിതത്തിന്റെ കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കിപ്പോ ഈ ഏതെങ്കിലും പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ഥാനാർത്ഥികളെ പട്ടിക പ്രസിദ്ധീകരിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് BJP. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ പട്ടിക കേരളത്തിൽ ഏത് രീതിയിലാണ്, ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ ഈ മാസം തന്നെ അത് പബ്ലിഷ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ A+ കാറ്റഗറി മണ്ഡലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം. അവിടെ ഇപ്പോ ഭയങ്കരമായിട്ടുള്ള ഒരു സംഗതി വരാൻ പോവാണ്. നോക്കൂ, ഇന്നിപ്പോൾ സുനിൽ കുമാറിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ അവിടെ കളം കൃത്യമായി. ഇതുവരെ സുരേഷ് ഗോപി 1.5 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അദ്ദേഹം മാത്രമേ കളത്തിലുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം നടത്തുന്ന ആക്ടിവിറ്റീസിന് മുഴുവൻ ആ നിലയ്ക്കുള്ള വിസിബിലിറ്റി കിട്ടുകയും ചെയ്തു. പക്ഷെ കളത്തിലേക്ക് ശരിയായിട്ടുള്ള കളിക്കാർ വരികയും കളി തുടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഴയ എഡ്ജ് ഉണ്ടോ പ്രിന്റു? തീർച്ചയായും ഞങ്ങളുടെ എഡ്ജ് കൂടി സുനിൽകുമാർ വന്നോട് കൂടിയിട്ട്. അതായത് പണ്ട് പ്രതാപന്റെ കഴിഞ്ഞ തവണ നമുക്കറിയാലോ, ഈ വളരെ ദുർബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് CPM-ഉം ഇടതുപക്ഷവും കൃത്യമായി വോട്ട് മറച്ചത് കൊണ്ടാണ് സുരേഷ് ഗോപി തോൽക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇത്തവണ സുനിൽകുമാറിനെ പോലെയുള്ള ഒരാളെ അവിടെ നിർത്തിയിട്ട് ഇത്തരത്തിലുള്ള പൊറാട്ട് നാടകമൊന്നും ഇടതുപക്ഷവും CPM ചെയ്യില്ല എന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് സുനിൽകുമാറിന്റെ വരവ് സത്യത്തിൽ ഞങ്ങൾക്ക് ഗുണം ചെയ്യുകയുള്ളൂ സാർ, ദോഷം ചെയ്യില്ല. നമുക്കറിയാലോ, അപ്പോ മാത്യു ടി തോമസ് എന്ന് പറയുന്ന ഒരു ദുർബലനെയായിരുന്നു കഴിഞ്ഞ തവണ നിർത്തിയിരുന്നത്. ആരും അറിയാതിരുന്ന ഒരാളെയാണ് പെട്ടെന്ന് CPI. കാരണം ഒന്ന്, നേരത്തെ ഈ ആനിരാജയും CPI ഒക്കെ പറയുന്ന സമയത്ത് ഈ അന്തിക്കാട് ബെൽറ്റിനൊഴികെ 100 പേരെ അവർക്ക് കാണാൻ സാധിക്കാത്ത ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ സുനിൽകുമാർ ഒരു മന്ത്രി എന്ന രീതിയിലും അദ്ദേഹം ജനകീയമായ കാര്യങ്ങളൊക്കെ ഇടപെടുന്ന രീതിയിലൊക്കെ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലുള്ള മത്സരത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് തൃശ്ശൂരിൽ കാണുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുനിൽകുമാറിന്റെ വരവിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കരുത്തരായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വരുമ്പോൾ ഇവർ ഈ പറയുന്ന വോട്ട് മറയ്ക്കലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാപ്പരത്രങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. പിന്നെ ഈ KT കുഞ്ഞിക്കണ്ണൻ എല്ലാ ചർച്ചകളിലായിക്കോട്ടെ എപ്പോഴായിരുന്നു അദ്ദേഹം ഈ അന്ധമായിട്ടുള്ള ഈ ഹിന്ദുത്വ വിരോധവും ബാക്കിയൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും സമയത്ത് ശ്രദ്ധിക്കണം. ഇവര് വലിയ ഞങ്ങളെ സവർണ മേധാവിത്വത്തൊക്കെ പറയുമ്പോൾ ഈ KT കുഞ്ഞിക്കണ്ണന്റെ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിൽ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളില്ല. നിങ്ങൾ CPM-ന്റെ കേരളത്തിലെ ജില്ലാ സെക്രട്ടറിമാരുടെ ഒരു പട്ടിക നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. ഏരിയ സെക്രട്ടറിമാരുടെ പരിശോധിച്ചു നോക്കുക. ജാതി പറയല്ല. ഈ KT കുഞ്ഞിക്കണ്ണൻ ഈ രാഹുൽ ഗാന്ധിയുടെ ദത്രാത്രേയ ബ്രാഹ്മണനാണ്. അദ്ദേഹം ദത്രായ ബ്രാഹ്മണൻ, കാശ്മീരി പണ്ഡിറ്റാണ്. വെറുതെ ഇങ്ങനെ ഈ ഗോതയ്ക്ക് പോകുന്ന സമയത്ത് ആവശ്യത്തിനും അനാവശ്യത്തിനും KT കുഞ്ഞിക്കണ്ണൻ ഇങ്ങനെ ജാതിയും മതവും ഒക്കെ ഉപയോഗിച്ചിട്ട് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കല്ലേ. നിങ്ങൾ സത്യത്തിൽ ഈ കോൺഗ്രസിനെ നിങ്ങളുടെ ഒരു ആശയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി മാത്രം മെനക്കെട്ടിറങ്ങിയിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണല്ലോ രാമക്ഷേത്ര വിവാദം ഉണ്ടായ സമയത്ത് മഹാദേവേ, എനിക്കൊരു മിസ്റ്റേക്കും പറ്റിയിട്ടില്ല. രാഹുൽ ഗാന്ധി കാശ്മീർ ബ്രാഹ്മണനാണെന്നൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ പറഞ്ഞത് RSSന്റെ സങ്കല്പം അനുസരിച്ച് ശിവനും കൃഷ്ണനും രാമനും ഒക്കെ ചേർന്ന ഈ സംയോഗത്രയത്തെയാണ് അവർ ദത്താത്രേയ ഭഗവാനായിട്ട് കാണുന്നത്. ആ ദത്താത്രേയ ഭഗവാനെ പ്രതിനിധീകരിക്കുന്ന ഒരു മഠമാണ് ഭോപ്പാലിലുള്ളത്. ആ മഠത്തിൽ ചെല്ലുമ്പോൾ രാഹുൽ ഗാന്ധി ദത്താത്രേയ ബ്രാഹ്മണനായി എന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ തെറ്റിദ്ധരിച്ചെന്തെങ്കിലും ഏതെങ്കിലും പറയണ്ട. ഞാൻ ഹിന്ദുത്വത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സവർണ ബ്രാഹ്മണിസം തന്നെയാണ്. വേദാധികാരത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയിലെ അവർണവിരുദ്ധമായ, സ്ത്രീവിരുദ്ധമായ, ശൂദ്രവിരുദ്ധമായ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെയാണ് ഞാൻ നിരന്തരം എതിർക്കുന്നത്. ആ പ്രത്യയശാസ്ത്രത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ് കോൺഗ്രസ്സുകാരെന്നാണ് ഞാൻ പറഞ്ഞത്. സ്വാതന്ത്ര്യാനന്തര ചരിത്രം അതാണ് കാണിക്കുന്നത്.
കോൺഗ്രസ് നേതാക്കളായ ഒളിവിലും രഹസ്യമായിട്ട് ആളുകളാണ് ഇരുട്ടിലും പോയി ഹിന്ദു പൂജിക്കുന്നതാണ്. മഹാസഭ ഉണ്ടാക്കിയതെന്നുള്ളത് ആളുകൾ അവരുടെ നമ്മുടെ വിശ്വാസം ചരിത്രമാണ്. അനുസരിച്ചിട്ട് അതുകൊണ്ട് അമ്പലത്തിൽ കേരളത്തിൽ പോകട്ടെ, പള്ളിയിൽ നിന്ന് പോകട്ടെ, നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എന്താണ് അതിൽ കുറെ പ്രശ്നം? കൂടി എന്താണ് ചരിത്രത്തിലേക്കും അതിന്റെ നിങ്ങൾ- നാഗരികമായ നിങ്ങൾ പ്രത്യേകത ശരി, ഇപ്പൊ ഏതായാലും പൊതുതെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ മുൻനിർത്തിയാണ് വോട്ട് സൃഷ്ടിക്കപ്പെടുക എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. രാഹുൽ ഗാന്ധി വരുന്നുണ്ടോ ഇല്ലയോ എന്നതും ഒരു പ്രധാനപ്പെട്ട കൗതുകരമായ ചോദ്യമായി അവിടെ ഉണ്ട്. താങ്ക് യു സി കെ ടി കുഞ്ഞിക്കണ്ണൻ, പ്രിന്റു, ജിൻഡോ ജോണി ചർച്ചയിൽ പങ്കെടുത്തതിന്